पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशं मनिशं हृदि भावयामि. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. തന്നെ ഓടക്കുഴൽ നാദം കേട്ട് ഓടി വന്നതായ ഗോപികമാരെ ഭഗവാൻ തിരിച്ചയക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷേ ഭഗവാന്റെ മുമ്പിൽ അവര് ആവലാദികളൊക്കെ കെട്ടഴിച്ച് തന്റെ സങ്കടമൊക്കെ പറഞ്ഞപ്പോ അവരുമായിട്ട് അങ്ങോട്ട് രമിക്കാനും തീരുമാനിച്ചു. ആ രമിക്കാൻ തീരുമാനിച്ചതായ ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു, താഭിസമേതാഭിഹി, അവരുമായിട്ട് അങ്ങോട്ട് ചേർന്ന് ഉദാരചേഷ്ടിത, വളരെ ഔദാര്യത്തോടുകൂടി ഓരോരുത്തരെയും ബഹുമാനിച്ചുകൊണ്ട് ഓരോരുത്തരെയും ശ്രദ്ധിച്ചുകൊണ്ട് ഭഗവാൻ അവരോടൊപ്പം നൃത്തം വെച്ചു. പ്രിയേക്ഷണോദ്ധുല്ല മുഖാഭിരച്യുത, അച്യുതൻ എല്ലാവരെയും ചിരിച്ച മുഖത്തോടെ സ്വീകരിച്ച് എല്ലാവരുമായിട്ട് അങ്ങോട്ട് സല്ലാപം നടത്തി എന്നാ പറഞ്ഞത്. അത് മാത്രമാണോ? ഉദാരഹാസ ഉദാരഹാസ ദ്വിജകുന്ദീദിഹി, നല്ല മനോഹരമായ പല്ലുകളെ കൊണ്ട് ആ പല്ല് കാണുന്ന തരത്തിൽ അങ്ങോട്ട് ചിരിച്ചു. ചിരിച്ചിട്ട് അവരുടെ ഇടയിലെ ചന്ദ്രൻ എന്നതുപോലെ പ്രകാശിച്ചു. നക്ഷത്രങ്ങളുടെ ഇടയില് ചന്ദ്രൻ എങ്ങനെ പ്രകാശിക്കുമോ അതുപോലെ പ്രകാശിച്ചു. ഓരോരുത്തരും തന്റെ ഇഷ്ടത്തിന് ഭഗവാനോട് കൊഞ്ചിക്കൊഴിയാൻ തുടങ്ങി. എല്ലാത്തിനും ഭഗവാൻ അനുവദിച്ചു കൊടുത്തു. അതുവരെയുള്ളതാണ് നമ്മള് നോക്കിയത് അല്ലെ. എല്ലാവരുമായിട്ട്, അതിൽ പ്രത്യേകിച്ച് രാധയോട് കുറച്ച് സ്നേഹം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇതില് 67ാമത്തെ ദശകം. ഇത് ഭഗവാന്റെ അടുക്കൽ ചെന്ന ഗോപശ്രീകൾക്ക് ആദ്യം വന്നപ്പോ എന്താണ്, കരച്ചിലും വീഴ്ചലുമായിട്ട് ഞങ്ങളെ ഒന്ന് കാണണേ ആദരിക്കണേ എന്നായിരുന്നു. ആദരിച്ച് ഭഗവാനോടൊപ്പം സല്ലാപിക്കാൻ തുടങ്ങിയപ്പോഴോ ഓരോന്നും വിചാരിച്ചു, ഞാനാണ് ഇതിലെ കേമത്തി, എന്നിൽ ഭഗവാൻ ലയിച്ചിരിക്കുകയാണോ, എന്നെ കണ്ടു മോഹിച്ചിരിക്കുകയാണ് ഈ ഭഗവാൻ എന്ന് പോലും കരുതിപ്പോയിത്രേ. അപ്പൊ അവരുടെ ആ അഹങ്കാരം, ഭഗവാൻ എവിടെ അഹങ്കാരം ഉണ്ടെങ്കിലും അത് ശമിപ്പിക്കും. ആ അഹങ്കാരം ശമിപ്പിക്കാൻ തീരുമാനിച്ചു എന്നുള്ളതായ ഭാഗമാണ്. ഓരോന്നായിട്ട് നോക്കാം. ഇതിൽ വൃത്തം എന്താന്ന് വെച്ചാ ശ്ലോകങ്ങൾ പലതും കലർത്തിയാണ്. തുടക്കത്തിൽ ഉപേന്ദ്രവജ്ര എന്ന വൃത്തമാണ്, ഇടയിൽ ഇന്ദ്രവജ്ര വരും, ചിലതില് ഉപേന്ദ്രവജ്രയും ഇന്ദ്രവജ്രയും കലർത്തി വരും. നമുക്ക് ഉപേന്ദ്രവജ്ര വൃത്തമൊക്കെ അറിയാം. തകണ തകണ അല്ലേ, ആ ജഗണം എന്നുള്ളത് ഉപേന്ദ്രവജ്ര. ജഗണ തകണ ജഗണ എന്ന് പറഞ്ഞാൽ ഇന്ദ്രവജ്ര. രണ്ടും കൂടി കലർത്തി വന്നാൽ ഉപജാതി. ഏതായാലും ചെറിയ ചെറിയ വൃത്തങ്ങളാണ്. നമുക്ക് ശ്രദ്ധിച്ചു പോകാം. ഇതില് വാസ്തവത്തില് ഇവരെല്ലാവരും കൂടി ഗോപസ്ത്രീകള് ഭഗവാന്റെ കൂടെ വിഹരിച്ചു കഴിഞ്ഞപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലും അഹങ്കാരം വന്നു എന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. നോക്കിക്കോളൂ. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമമാനന്ദഭരം പ്രപന്നാഃ മഹാന്തമാവുർമദമംബുജാക്ഷ്യഃ. സിമ്പിൾ ആണ്, പെട്ടെന്ന് അർത്ഥം മനസ്സിലാവും. സ്ഫുരത് ചേർത്തിട്ടാണ് പദം. സ്ഫുരത് പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമം ആനന്ദഭരം പ്രപന്നാഃ മഹാന്തം ആബുഹു മദം അംബുജാക്ഷ്യഃ. ഇതാണ് പദങ്ങൾ. എന്താണത്? മഹാന്തം മദമാബുഹു എന്നാണ്. മഹാന്തം മദം അബുഹു. മദം, മദം മാത്സര്യം എന്നൊക്കെ പറയുന്ന മദം, അഹങ്കാരം. ആ അഹങ്കാരത്തെ ആബുഹു, ആപ ആപതുഹു ആബുഹു എന്ന് ലിട്ട് ബഹുവചനായിട്ട് പറഞ്ഞു, പ്രാപിച്ചു. ആരാണ് അഹങ്കാരത്തെ പ്രാപിച്ചത്? എങ്ങനെയുള്ള അഹങ്കാരം? മഹാന്തം, വലിയ അഹങ്കാരം. ചെറിയ അഹങ്കാരം ഒന്നല്ല ഓരോരുത്തർക്കും ഉണ്ടായത്. ഓരോരുത്തരെയും വലിയ അഹങ്കാരം വന്നു അത്രേ.
അതെ, ആരാണവര്? അംബുജാക്ഷ്യഹാന്ന് അവരെ സുന്ദരികൾ എന്നൊറ്റ വാക്കിൽ പറഞ്ഞു. അംബുജം പോലുള്ള കണ്ണുകളോട് കൂടിയവർ. അംബുജാക്ഷി, അംബുജാക്ഷ്യൗ, അംബുജാക്ഷ്യ എന്ന് ബഹുവചനം എടുത്തു. ആ സുന്ദരിമാര് ഉള്ളിൽ ഗർവിച്ചു അത്രേ. എന്താണ് ഗർവിക്കാൻ കാരണം? പറയാണ്, സ്ഫുരപരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഹ. എന്തുണ്ടായി? സ്ഫുരത് ശോഭിക്കുന്ന, പരാനന്ദരസം പരമാനന്ദ സ്വരൂപമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന, ത്വയാ അങ്ങയുമായിട്ട്. പരമാനന്ദ സ്വരൂപനാണ് ഭഗവാനെ. കാണുന്നത് തന്നെ ഉള്ളിൽ ആനന്ദം നിറയ്ക്കും. അങ്ങനെയുള്ള ഭഗവാനുമായിട്ടാണ് കേളികൾ ചെയ്യുന്നത് ഈ ഗോപികമാർ. അപ്പൊ ആനന്ദത്തിന് എന്തെങ്കിലും ഒരു കുറവുണ്ടാകുമോ? അത്ര സ്മരിക്കുന്നതേ ആനന്ദമുണ്ടാക്കും. ഭഗവാന്റെ നാമം ചൊല്ലുന്നതേ ആനന്ദമുണ്ടാക്കും. ഭഗവാനെ ദർശിക്കാൻ കഴിഞ്ഞാൽ ആനന്ദത്തിന്റെ പരാകാഷ്ഠയിലെത്തും. ആ ഭഗവാനുമായിട്ട് വിഹരിക്കാനും കൂടി കഴിഞ്ഞു അംഗസംഘ ഉത്പുളകങ്ങൾ പ്രാപിച്ചു. അല്ലെ? ചുംബനോല്ലാസഹി ഗാഢാലിംഗനവരേഹി എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ. അവരെ ചുംബിച്ചും തന്റെ ആലിംഗനത്തിൽപ്പെട്ട് അംഗസ്പർശം നൽകിയും ഒക്കെയാണ് അനുഗ്രഹിച്ചത്. അപ്പൊ അതുകൊണ്ടാണ് സ്ഫുരത് പരാനന്ദ രസാത്മകേന ത്വയ, പരമാനന്ദ സ്വരൂപമായിട്ടുള്ള ഹേ ഗുരുവായൂരപ്പ അങ്ങയുമായിട്ട് എന്ത് ചെയ്തു? സമാസാദിത് നേടിയെടുത്തു. എന്ത്? ഭോഗലീലാഹ, സുഖമായി ക്രീഡിക്കാൻ കിട്ടിയപ്പോഴ് ഭഗവാന്റെ കൂടെ നിൽക്കാനും അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും അവർക്ക് വളരെയധികം ഭഗവാനുമായിട്ട് സമ്പർക്കം കിട്ടി. അതുകൊണ്ട് സമാസാദിത ഭോഗലീലാഹ, നേടിയെടുത്തതായ അവസരം എന്താണ്? ഭഗവാനുമായി ക്രീഡിക്കാനുള്ള അവസരങ്ങൾ, ഭോഗലീലകൾ ചെയ്യാൻ അവർക്ക് സന്ദർഭം കിട്ടിയപ്പോൾ അതെന്ത് ചെയ്തു? ആനന്ദം, വലിയ ആനന്ദം ഉണ്ടായി. അല്ലെ? ആനന്ദ സ്വരൂപനെ കാണുമ്പോ ആനന്ദം വരാതിരിക്കില്ലല്ലോ. ഇവിടെ എങ്ങനെയുള്ള ആനന്ദം ഉണ്ടായി? അസീമം എന്നാ പറഞ്ഞ. സീമ എന്ന് പറഞ്ഞാൽ അതിര്. അസീമം, അതിരില്ലാത്തതായ ആനന്ദം. ആനന്ദത്തെ ആനന്ദഭരം എന്നാ പറഞ്ഞ. പരമാനന്ദം, ആനന്ദം എന്നുള്ളതല്ല, അത് ഭരം കൂടി ചേർത്തു. അപ്പൊ ആനന്ദത്തിന്റെ കുത്തൊഴുക്ക് പരമാനന്ദം. ആ പരമാനന്ദത്തെ മുഴുവൻ എന്താണ്? പ്രപന്നാഹ പ്രാപിച്ചു. ഭഗവാനുമായിട്ട് ക്രീഡിക്കാൻ സാധിച്ചത് കൊണ്ട് ഈ ഗോപികമാര് പരമാനന്ദ നിർവൃതി അടഞ്ഞു. നിർവൃതി അടഞ്ഞു മിണ്ടാതിരുന്നാ പോരെ. പക്ഷെ എന്ത് ചെയ്തു? മഹാന്തം മതമാബുഹു, വല്ലാത്തൊരു അഹങ്കാരം അവർക്ക് തോന്നി. അവര് ഗർവിഷ്ഠകളായി തീർന്നു. ഭഗവാനെ കാണാൻ കഴിഞ്ഞപ്പോഴേ ഗർവ്, അല്ലെ? ആ ഭഗവാനെ കാണാൻ കഴിഞ്ഞത് ഗർവായി. ഭഗവാനുമായി അംഗസ്പർശം ഉണ്ടായപ്പോൾ അതിലും കൂടുതൽ ഗർവായി. എന്താണ്? ഭഗവാനുമായിട്ട് ഞങ്ങൾക്ക് കളിക്കാനും ക്രീഡിക്കാനും സ്പർശിക്കാനും ഒക്കെ സാധിച്ചുവല്ലോ എന്നുള്ളതായ ഒരു അഹങ്കാരം ആ ഗോപികമാരുടെ ഉള്ളിൽ ഉണ്ടായി എന്ന്. അഹങ്കാരം വന്നാ പോയി. അഹങ്കാരം വരുന്നത് വരെയൊക്കെ നല്ലതാ. അഹങ്കാരം വന്നാ കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ പ്രയോജനം? ഞാനാണ് ഇത് ചെയ്തത്, ഞാനാണത് കൊണ്ട് കൊടുത്തത് കൊണ്ടാണ് ഇത് എല്ലാവർക്കും കിട്ടുന്നത് എന്ന് വിചാരിച്ചാ കൊടുത്തതിന്റെ ഫലം മൈനസ്. അപ്പൊ പോയി. അത് പക്ഷെ അറിയില്ല. എന്താ കാരണം? നമ്മൾ മോഹാന്ധകാരത്തിൽ പെട്ടിരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ എന്നുള്ള വ്യക്തിത്വം ഉള്ളിൽ അലിഞ്ഞു ചേരില്ല. അതുവരെ അവരെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ അഹങ്കാരം അവരെ തട്ടിത്താഴ്ത്തും എന്ന് പറയാൻ അതിവിടെ കാണിച്ചു തരികയാണ് ഭഗവാൻ. വാസ്തവത്തിൽ ഗോപികമാരുടെ നിഷ്കാമ ഭക്തി, അവരേത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഭഗവാന്റെ സ്മരണയാണ്. ഏത് കാര്യം ചെയ്യുമ്പോൾ ഭഗവത് ലീലകളെ ഓർക്കാത്തതായിട്ട് ഒരു നിമിഷം പോലും ഈ ഗോപികമാർക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഗോപികമാരാണ്. അപ്പൊ അവരുമായിട്ടാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് ക്രീഡിക്കാൻ തയ്യാറായതും. കാരണം അവരെ പോലെ നിഷ്കളങ്കരായിട്ട് ആരുമില്ല, ഇവർക്ക് ഞാൻ മുഴുവൻ ആനന്ദവും കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഭഗവാൻ അവരോടുകൂടി അവര് വിരിച്ച ഇരിപ്പിടത്തിൽ ഇരുന്നു. അവരുമായിട്ട് നർമ്മസല്ലാപം നടത്തി, അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു, അവരെ ആലിംഗനം ചെയ്തു. അങ്ങനെ ഓരോന്നും അവർക്ക് ചെയ്തത് ഇവരാണ് നല്ലവരെന്നാണ്. പക്ഷേ ആ നന്മയുടെ ഇടയിലും ആരുടെ ഉള്ളിലും ഉറങ്ങിക്കിടക്കുന്നതായ അഹങ്കാരം അങ്ങോട്ട് തലപൊക്കി. അതാണ് ഉണ്ടായത്. എന്തൊക്കെയാണ്? സ്ഫുരപരാനന്ദ രസാത്മകേന ത്വയാ, പരമാനന്ദ സ്വരൂപനായ അങ്ങയാൽ, ത്വയാന്നാണ് അങ്ങയോടുകൂടി, ത്വയാസഹ, പരമാനന്ദ സ്വരൂപനായ ഹേ ഗുരുവായൂരപ്പ അങ്ങയോടുകൂടി സമാസാദിത ഭോഗലീലാഹ, ക്രീഡിച്ചപ്പോഴേ
എല്ലാ ഭോഗങ്ങളും അനുഭവിച്ചതുപോലെ അവർക്ക് തോന്നി. അതുകൊണ്ട് പറയണ സുഖമായി ക്രീഡിക്കാൻ അവസരം കിട്ടിയത് കൊണ്ട് അസീമം ആനന്ദപരം പ്രപാന, അളവറ്റ പരമാനന്ദ രസത്തെ ഉള്ളിൽ അങ്ങട് അനുഭവിച്ചവര്, ആ പരമാനന്ദ നിർവൃതിയിലാണ്ടതായ അംബുജാക്ഷ ആ ഗോപികമാര് മഹാന്തം മതം ആബുഹു, മഹത്തായ മതത്തെ അഹങ്കാരത്തെ ആബുഹു പ്രാപിച്ചു. മദഹ എന്ന പുല്ലിംഗപദം, അതിന്റെ ദ്വിതീയ മതം, അതുകൊണ്ട് മഹാൻ മഹാന്തവും മഹാന്തഹ മഹാന്തം എന്ന് ദ്വിതീയ എടുത്തു. മഹാന്തം മതം ആബുഹു, മഹത്തായ അഹങ്കാരത്തെ അവർ പ്രാപിച്ചു. അതിരില്ലാത്ത പരമാനന്ദം ഉണ്ടപ്പോഴ് ഞങ്ങളാണ് ഈ ലോകത്തിൽ ഏറ്റവും വലിയ ധന്യർ എന്നൊരു തോന്നല് ആ ഗോപികമാരുടെ ഉള്ളിലുണ്ടായി. ഞങ്ങളെ പോലെ ഭാഗ്യം ചെയ്തവരാരാ എന്നങ്ങനെ സ്വയം ഒരു തോന്നൽ. ആ തോന്നൽ വന്നത് അഹങ്കാരമായി കണക്കാക്കി. ഭാഗവതത്തെ പറയാണ്, കൃഷ്ണാത് ലബ്ധമാനാഹ മഹാത്മനഃ ആത്മാനം മേനിരേ സ്ത്രീണാം ആത്മാനിന്യോഭ്യധികം ഭുവി. ലോകത്തിൽ എത്ര മാനിനികളായ സ്ത്രീകളുണ്ടോ അവരെക്കാട്ടിലെല്ലാം കവച്ചു വെച്ചവരാണ് ഞങ്ങള് എന്ന് അവർക്കുള്ളിൽ തോന്നി എന്നാണ് ഭാഗവതകാരൻ പറഞ്ഞത്. അല്ലെ, സ്ത്രീനാം സ്ത്രീകളിൽ വെച്ച് മാനിന്യ അധികം ഭുവി, ലോകത്തിൽ ഭുവി അധികം മാനിന്യ, ലബ്ധമാനാനാം സ്ത്രീനാം അധികം മാനിന്യ എന്ന് പറഞ്ഞു. മാനം കിട്ടിയ ജനങ്ങളിൽ വെച്ച് ഏതാ കൂടുതൽ മാനികൾ എന്ന് വെച്ചാൽ ഞങ്ങളാണ് എന്ന് അവർക്ക് തോന്നിയത്ര. എപ്പോൾ ഭഗവാൻ ഓരോരുത്തരെയും ബഹുമാനിച്ചുകൊണ്ട്, ഓരോരുത്തരോടും ആദരവ് കാണിച്ചുകൊണ്ട്, അവരോട് എല്ലാവരെയും ബഹുമാനത്തോടു കൂടി തന്നെ താപിഹി സമേതാപിഹി ഉദാര സൃഷ്ടിത, എല്ലാവരുടെ ഔദാര്യമായിട്ട് പെരുമാറി, ആരെയും താഴ്ത്തി കെട്ടിയില്ല. എല്ലാവർക്കും ഈക്വൽ സ്ഥാനം കൊടുത്തുകൊണ്ട് മാനിച്ചുകൊണ്ട് ഭഗവാൻ അവരോടുകൂടി ക്രീഡ ചെയ്തപ്പോ ഈ സ്ത്രീകൾ വിചാരിച്ചു, മാനിന്യ അധികം മാനിന്യ ഇതിമേനിരേ, ഞങ്ങളാണ് ഏറ്റവും മാനികള്, ബഹുമാനിക്കപ്പെട്ടവർ ഞങ്ങളാണ്, ഈ ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ഞങ്ങളാണെന്ന് അവർ അഹങ്കരിച്ചു എന്ന് ഭാഗവതകാരൻ പറഞ്ഞു. ഇവിടെ നാരായണ ഭട്ടതിരിപ്പാട് പറയാണ്, പരമാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ, അങ്ങയോടുകൂടി സുഖമായി എങ്ങനെ രമിക്കാൻ അവസരം കിട്ടിയതായ ആ ഗോപികമാര് അതിരില്ലാത്ത ആനന്ദത്തെ പ്രാപിച്ചവരായി, ഉള്ളിൽ കുറച്ച് അഹന്തയുള്ളവരായി തീർന്നു എന്ന്. സ്ഫുരപരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഹ ആസീമം ആനന്ദഭരം പ്രപന്നാഹ അംബുജാക്ഷ്യഃ മഹാന്തം മദം ആബുഹു. അല്ലയോ പരമാനന്ദ സ്വരൂപനായ ഗുരുവായൂരപ്പ, അങ്ങയുമായി പല ക്രീഡകളിലും ഏർപ്പെട്ടതായ ആ അതിരില്ലാത്ത പരമാനന്ദത്തെ അനുഭവിച്ചറിഞ്ഞതായ ആ സ്ത്രീകള് ഞങ്ങളാണ് ഈ ലോകത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ടവർ എന്നൊന്ന് അഹങ്കരിച്ചു പോയി എന്നാണ് പറയുന്നത്. സ്ഫുരപരാനന്ദരസാത്മകേന ത്വയാ സമാസാദിത ഭോഗലീലാഃ അസീമമാനന്ദഭരം പ്രപന്നാഃ മഹാന്തമാബുർമദമംബുജക്ഷ്യഃ. എന്താണ് അവരുടെ അഹങ്കാരം പറയണം അല്ലെ? നമുക്കറിയാം, അഹങ്കാരം വന്നു കഴിഞ്ഞാൽ എന്തിനും അവിടെ സ്ഥാനം താത്തിക്കെട്ടും. ഇവിടെ നിലീയദേശൗ മയി മയ്യമായം രമാപതിർ വിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാഃ കലിതാഭിമാനാഃ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂഃ. നിലീയതേ അസൗ മയി മയി അമായം രമാപതി വിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാഃ കലിതാഭിമാനാഃ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതഃ അഭൂഃ. തിരോഹിതഃ അഭൂഃ, അപ്രത്യക്ഷനായി എന്നാണ്. അപ്രത്യക്ഷനായി, അഭൂഃ എന്ന് കാരണം തൊന്നർത്ഥം. ഗുരുവായൂരപ്പ അങ്ങ് അപ്രത്യക്ഷനായി. നിരീക്ഷ്യ ഗോവിന്ദ, ഗോവിന്ദനായ അങ്ങ് അപ്പൊ തന്നെ മറഞ്ഞു. എന്ത് കണ്ടിട്ട്? നിരീക്ഷ്യ കണ്ടിട്ട്. എന്താണ് കണ്ടത്? സർവാഹ കലിതാഭിമാനാഹ നിരീക്ഷ്യ.
എല്ലാവരും അഭിമാനമുള്ളവരാണ്, അഹങ്കാരമുള്ളവരാണെന്ന് കണ്ടപ്പോ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല തോന്നിയ പ്രദക്ഷിണം. അഹങ്കാരമുള്ളിടത്ത് ഭഗവാനെ ദർശിക്കാൻ സാധ്യമല്ല. നമ്മുടെയൊക്കെ ഉള്ളില് ഭഗവാനുണ്ട്, നമുക്ക് എന്തുകൊണ്ട് കാണുന്നില്ല? നമ്മളിൽ അഹങ്കർത്തൃബോധം, ഞാനാണ് എന്നുള്ളൊരു ബോധം ഇരിക്കുന്നത് വരെ ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കുമില്ല. അഹങ്കാരം കളയണം, അപ്പൊ ഭഗവാനെ കാണാൻ സാധിക്കും അല്ലെ? ഓടക്കുഴലിനോട് ഗോപികമാര് ചോദിച്ചു, നിന്നെ എപ്പോഴും ചുണ്ടിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ചുണ്ടിൽ അല്ലെങ്കിൽ അരയിൽ നിനക്ക് എപ്പോഴും ഭഗവാന്റെ സാമീപ്യം കിട്ടുന്നുണ്ടല്ലോ, നീ എന്ത് പുണ്യ ചെയ്തത്? ഓടക്കുഴലിനോട് ചോദിക്കണം. ഓടക്കുഴൽ പറഞ്ഞു, ഞാനൊരു മുളങ്കാട്ടിലുണ്ടായി ചളിക്കൂട്ടിൽ കിടന്നിരുന്നു, അതിനെ എടുത്ത് എന്നെ കുറെ ഇരുന്ന് കെർവ് ചെയ്ത് എന്റെ ഉള്ളിൽ കുറെ വ്രണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ ഞാൻ ഭഗവാന്റെ കയ്യിലെത്തി. എന്നെ ഉള്ളിൽ നോക്കൂ, ഫുൾ പൊള്ളയാണ് ഞാൻ, എന്റെ ഉള്ളിൽ ഒരു ഭാവവുമില്ല, അഹങ്കാരവുമില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഭഗവാൻ എപ്പോഴും എന്നെ കൊണ്ടുപോകുന്നത് എന്ന് ഗോപികമാർക്ക് പറഞ്ഞു കൊടുത്തു അത്രേ, ഈ അഹങ്കാരം ഇല്ലാതിരിക്കാൻ എന്ന് ആചാര്യന്മാരങ്ങനെ പറയും. ഏതായാലും അഹങ്കാരമാണ് ഇവർക്ക് പ്രശ്നമായത്. കലിതാഭിമാനാഹ, ഇവരുടെ ഉള്ളില് അഹങ്കാരം വർദ്ധിച്ചു വന്നു. എന്താണ് അവരുടെ അഹങ്കാരം എന്നറിയോ? മയി നിലീയതേ, മയി നിലീയതേ. ഓരോരുത്തരും വിചാരിക്കാണ് ഭഗവാൻ എന്നിലാണ് മുഴുകിയിരിക്കുന്നത്, നിലീയത ഒളിച്ചിരിക്കുന്നു എന്നർത്ഥാണ്. എന്നിലാണ് മുഴുകിയത്, ഈ ഭഗവാൻ എന്നിലാണ് മുഴുകിയത്. ഓരോരുത്തരും വിചാരിക്കുക. കുട്ടികൃഷ്ണനായിരുന്നപ്പോ എന്താണ്, എന്നെ നോക്കുന്നു എന്ന് ഓരോ ഗോപികമാരും വിചാരിച്ചെടുക്കാൻ ചെല്ലുന്നു പറയാറില്ലേ? അതേ ഭാവം, നിഷ്കളങ്കരാണല്ലോ ഈ ഗോപികമാര്. അപ്പൊ വിചാരിച്ചു മയി രമാപതിഹി നിലീയതേ, ലക്ഷ്മീഗണവനായ ഈ ഭഗവാൻ എങ്ങനെയുള്ള ഭഗവാനാണ്? വിശ്വമനോഭിരാമ, ലോകത്തിലുള്ളവർക്ക് മുഴുവൻ അഭിരാമനായി നിൽക്കുന്നവനാ. കാണുന്നവർക്ക് ആകർഷണം ഉണ്ടാക്കുന്ന ഈ കൃഷ്ണൻ, അങ്ങനെയുള്ള കൃഷ്ണൻ മയി നിലീയതേ, എന്നിൽ മുഴുകിയിരിക്കുന്നു, എന്റെ സൗന്ദര്യത്തിൽ ഞാൻ കൃഷ്ണനെ തടവിറയിലാക്കി. ഇതാണ് ഓരോരുത്തരും വിചാരിച്ചത്. എന്റെ സൗന്ദര്യത്തിന് മുമ്പില് ലോകാഭിരാമനായ ഭഗവാൻ ലയിച്ചു നിർത്തുക. എന്നിലാണ് ഭഗവാൻ രമിക്കുന്നത്. എന്നിൽ നിലീയതേ, എന്നിലാണ് മുഴുകിയിരിക്കുന്നത്, എന്നിൽ മുഴുകിയിരിക്കുന്നു. ഇതാണ് ചിന്ത. ആരാണത്? വിശ്വമനോഭിരാമ സൗരമാപതി. ലോകത്തെ മുഴുവൻ തന്നിലേക്ക്, ലോകൈക സുന്ദരനായി തന്നിലേക്ക് എല്ലാവരെയും ആകർഷിക്കുന്ന ആ രമാപതിയാണ് എന്നിൽ മുഴുകിയിരിക്കുന്നു. എങ്ങനെ മുഴുകിയിരിക്കുന്നു? അമായം, അതാണ് കാര്യം. മായൊന്നുമില്ലാതെ, നിർവ്യാജം എന്ന് പറയാറില്ലേ, വ്യാജമില്ലാതെ തികച്ചും എന്നിലാണ്, തികച്ചും എന്നിൽ മുഴുകിയിരിക്കുകയാണെന്ന് അങ്ങനെ ഓരോ ഗോപികമാരും വിചാരിച്ചു. കാരണം ഭഗവാൻ താപിഹി ഉദാരഹാസരുചിതാപിഹി, അവരോടൊക്കെ ഔദാര്യത്തോടു കൂടി ഒരേപോലെ പെരുമാറിയപ്പോ വിചാരിച്ചു ഭഗവാൻ എന്നെ ഇഷ്ടം, വേറൊരാൾ വിളിച്ച് എന്നോടാ കൂടുതൽ ഇഷ്ടം, വേറൊരാൾ വിളിച്ച് എന്നോടാണ് കൂടുതൽ ഇഷ്ടം. ഭഗവാൻ എന്റെ സൗന്ദര്യത്തിൽ മുഴുകിയതാ, ഞാൻ സൗന്ദര്യത്തിൽ പെടുത്തിയിരിക്കുക. ഇതൊക്കെ വിചാരിച്ചു അത്രേ ഈ ഗോപികമാര് എന്ന്. അപ്പോഴാണ് ഭഗവാനിൻ്റെത് ഗുരുവായൂരപ്പ അങ്ങ് തിരോഹിതോ ഭൂഹു അപ്രത്യക്ഷനായി. ഭാഗവതത്തിൽ പറഞ്ഞു, താസാന്തം സൗഭഗമതം വീക്ഷ്യ മാനം ച കേശവഃ പ്രശമായ പ്രസാദായ തത്രൈവന്തരധീയത. എന്ത് ചെയ്തു? അവരുടെ സൗഭഗമതം, ഞാൻ സൗന്ദര്യമുള്ളവളാണ് എന്നുള്ള അഹങ്കാരത്തെ, മാത്രമാ മാനം, എന്നോടാണ് ഭഗവാൻ കൂടുതൽ മാനം കാണിച്ചത്, എനിക്കാണ് ബഹുമാനം തന്നത് എന്നുള്ളതായ അവരുടെ മതം വീക്ഷ്യ, അവരുടെ ഈ അഹങ്കാര സ്വരൂപത്തെ കണ്ടപ്പോ പ്രശമായ, അവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കണം, പ്രസാദായ എന്നിട്ട് അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ച് ആ രമാപതി അവിടെ തന്നെ പ്രത്യക്ഷനായി എന്നാണ് ഭാഗവതം. കാരണം എന്തിനാ പ്രത്യക്ഷനായത്? അവരുടെ അഹങ്കാരം ശമിപ്പിക്കാൻ. എന്നാ ഭഗവാൻ അവർക്ക് വാക്ക് കൊടുത്തതല്ലേ? വാക്ക് മാറ്റുന്നവനാണോ? സത്യവ്രതം സത്യപരന്ത്ര സത്യം. ഭഗവാൻ അങ്ങനെയുള്ള ആളാ. സത്യത്തെ മാറ്റാൻ പറ്റുമോ? താൻ പറഞ്ഞിട്ടുണ്ട് വാസോഹരണം യദ്വാസോഹരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ക്ഷണദാഹ രാത്രികളെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം തരുന്നു പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് പരിപാലിക്കുകയും വേണം, അവ പ്രസാദിപ്പിക്കണം. ആ പ്രസാദിക്കുന്നതിന് മുൻപ് അവരുടെ അഹങ്കാരത്തെ തുടച്ചു നീക്കുകയും വേണം. രണ്ടും കൂടി ഒപ്പം നടത്തണം. അതുകൊണ്ടാണ് ഭാഗവതത്തിൽ പറഞ്ഞു പ്രശമായ പ്രസാദായ തത്രൈവ അന്തരധീയത. സമാധാനിപ്പിക്കുവാനും അവരുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ശമിപ്പിക്കുവാനും അവർക്ക് വേണ്ട അനുഗ്രഹം നൽകുവാനും ഉദ്ദേശിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ തന്നെ അപ്രത്യക്ഷനായതിന് കാരണം ഉണ്ടായിരുന്നു. താസാം സൗഭഗവതം വീക്ഷ്യ, അവരുടെ സൗന്ദര്യമുണ്ട് എന്നുള്ള അഹങ്കാരത്തെ കണ്ട് മാനം ച, അവരുടെ അഭിമാനത്തെയും കണ്ടതായ കേശവൻ ശ്രീകൃഷ്ണൻ
അവരുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുവാനും അതുപോലെ തന്നെ അവരെ അനുഗ്രഹിക്കുവാനും ഉദ്ദേശിച്ചുകൊണ്ട് തത്രൈവ അന്തരധീയത എന്ന് വ്യാസഭഗവാൻ എടുത്തു. ഇവിടെ നാരായണ ഭട്ടതിരി പറയാണ് പ്രശമായ പ്രസാദായ എന്ന് പറഞ്ഞു. ഇവിടെ അതല്ല, നിലീയതേസോ മയിമയ്യമായം അയം അയം ശ്രീകൃഷ്ണ അമായം വ്യാജമില്ലാതെ തന്നെ മയി നിലീയതേ എന്നിൽ മുഴുകിയിരിക്കുകയാണ്. വേറൊരു പറയണം മയി എന്നിലാണ് മുഴുകിയിരിക്കുന്നത്, എന്നോടാണ് അട്രാക്ഷൻ ഭഗവാന് എന്ന് ഓരോരുത്തരും രമാപതി എങ്ങനെയുള്ളവൻ രമാപതി ലക്ഷ്മി ഗണവനാണ്. മാത്രമല്ല വിശ്വമനോഭിരാമ ലോകത്തിൽ വെച്ച് തന്നെ സുന്ദരൻ ലോകൈക സുന്ദരനായ ഭഗവാൻ എന്റെ സൗന്ദര്യത്തിൽ എന്നിൽ മുഴുകിയിരിക്കുകയാണ്. ഇതി സ്മ സർവാഹ കലിതാഭിമാനാഹ. അവിടെയുള്ള എല്ലാ ഗോപികമാരും ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് ചിന്തിച്ചു, ഭഗവാൻ എന്നോടാണ് പ്രിയം, എന്നിലാണ്, എന്റെ സൗന്ദര്യത്തിൽ പെട്ടുപോയി ഭഗവാൻ എന്ന് ഓരോരുത്തരും അവിടെ കരുതിയപ്പോഴ് ഭഗവാനിന്റെ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോഭൂ ഹേ ഗോവിന്ദ ഗുരുവായൂരപ്പ അങ്ങ് അവരുടെ സൗഭഗമതം കണ്ടപ്പോഴ് പെട്ടെന്ന് അവിടുന്ന് മറഞ്ഞുപോയി. അപ്പോ അന്മയെ നോക്കിക്കൊള്ളൂട്ടോ. വിശ്വമനോഭിരാമ അസൗ രമാപതി അമായം മയി നിലീയതേ. മയി എന്നിൽ, അപ്പൊ നിലീയതേ എന്നർത്ഥം. ഇതിസ്മ സർവാഹ കലിതാഭിമാനാഹ. ഹേ ഗോവിന്ദ, കലിതാഭിമാനാഹ നിരീക്ഷ്യാന്നുണ്ട്, കണ്ടിട്ട് ഹേ ഗോവിന്ദ ത്വം തിരോഹിത അബൂഹു. ഒരിക്കൽ കൂടെ പറയാം. വിശ്വമനോഭിരാമ അസൗ രമാപതി. അവരുടെ വിചാരാണ് ലോകൈക സുന്ദരനായ ഈ ലക്ഷ്മി ഗണവൻ അമായം വ്യാജമില്ലാതെ തന്നെ മയി നിലീയതേ എന്നിൽ മുഴുകിയിരിക്കുന്നു, മയി എന്നിലാണ്, ഇതി സ്മ എന്ന് സർവാഹാകലിതാഭിമാനാഹ എല്ലാവരും അഭിമാനം കൊണ്ടവരായി നിരീക്ഷ കണ്ടപ്പോൾ ഹേ ഗോവിന്ദ അല്ലയോ ഗുരുവായൂരപ്പ ത്വം അങ്ങ് തിരോഹിത അബൂഹു മറഞ്ഞുപോയി. ഇങ്ങനെ വിചാരിച്ചപ്പോ അഹങ്കാരം ഉണ്ടോ നിങ്ങൾക്ക് എന്നാ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല എന്ന്. അഹങ്കാരമുള്ളത് വരെ ഭഗവത് ദർശനമില്ല. അപ്പൊ എന്തായി, ആ ഭഗവാൻ അങ്ങോട്ട് മറഞ്ഞു. എല്ലാവർക്കും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരുടെ കരചുംബനൈഹി ചുംബനോല്ലാസൈഹി ഗാഢാലിംഗനപരൈഹി എല്ലാവരെയും മോദാകുലമാക്കി തീർത്ത ഭഗവാൻ ഇപ്പൊ കാണാനേ ഇല്ല എന്നുള്ള മട്ടിലായി. നിലീയദേശോ മയിമയ്യമായം രമാപതിർ വിശ്വമനോഭിരാമഃ ഇതി സ്മ സർവാഹ കലിതാഭിമാനാഹ നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂഃ. അടുത്തതില് ഇന്ദ്രഭദ്രയും ഉപേന്ദ്രഭദ്രയും കലർന്നു വന്നു. അതുകൊണ്ട് അത് ഉപജാതി എന്ന വൃത്തം. എല്ലാ അക്ഷരങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. അക്ഷരത്തിന് 11 അക്ഷരമേ ഉള്ളൂ, പക്ഷെ വൃത്തത്തിന് മാറ്റം. അപ്പൊ ആ വാക്കുകൾക്ക് സ്ട്രെസ് ചെയ്യുമ്പോൾ കുറച്ചൊരു വ്യത്യാസം, അത്രമാത്രം. ഭഗവാൻ എന്ത് ചെയ്തു? ആദ്യമേ പറഞ്ഞു, കഴിഞ്ഞതിൽ തന്നെ പറഞ്ഞു വെച്ചു രാധയോട് ഇത്തിരി ഇഷ്ടം കൂടുതലാണെന്ന്, അല്ലേ? അപ്പൊ ആ രാധ അവിടെ ഉണ്ട്. എല്ലാ ഗോപികമാരും ഇങ്ങനെ അഹങ്കരിച്ചു നിന്നു. പക്ഷെ ഗർവില്ലാത്ത ഒരുവളുണ്ടായിരുന്നു, നിഷ്കള ഭക്തിയുള്ളതായ രാധ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു നോക്കും. രാധാഭിതാം താപതജാതഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാൻ ഉപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരി. ഭഗവാൻ എന്ത് ചെയ്തു നോക്കി. എല്ലാവരും ഗർവിഷ്ഠകളാണ്. എന്താണ് അവരുടെ ഗർവം? വിശ്വമനോഭിരാമഃ ഭഗവാൻ മയി നിലീയതേ. ഈ ലോകാഭിരാമനായ ശ്രീകൃഷ്ണൻ എന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. ഇതാണ് അവരുടെ ചിന്തയുണ്ടായിരുന്നത്. അതില് ഹേ മുരാരേ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, അങ്ങ് അജാത ഗർവാം ഗർവ് വരാത്തൊരുത്തി ഉണ്ടായിരുന്നു. അവൾ ആരാണ്? അതിപ്രിയാം, ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവളാ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു കഴിഞ്ഞു. രാധാഭിതാം, രാധ എന്ന് പേരുള്ളവളാണ്. അവൾ ആരാ? ഗോപവധൂം ഉപാദായ. ആ ഗോപവധുവിനെ രാധാഭിതാം താവത് അജാതഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാൻ ഉപാദായ ഗതഃ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരി. എന്ത് ചെയ്തു? അജാതഗർവാം അതിപ്രിയാം
രാധാഭിതാം ഗോപവധൂം ഉപാദായ. അവിടെ നോക്കി അഹങ്കാരമില്ലാത്തവൾ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയപ്പോ ഉണ്ട്. രാധാദേവി നിൽക്കുന്നുണ്ട്. ആ രാധയും കൂട്ടി തയാസഹ അവളുമായിട്ട് സ്വൈരവിഹാരകാരി സ്വൈരമായി രമിച്ചുകൊണ്ട് വിഹരിച്ചുകൊണ്ട് വിദൂരം ഗതഹ കുറെ ദൂരത്തേക്ക് പോയത്രേ. ഇവരെയൊക്കെ വിട്ടുപോയി. പോകുമ്പോ കൂടെ രാധയെയും കൂട്ടിപ്പോയി. ഭാഗവതത്തില് രാധ എന്നുള്ള വാക്ക് പറഞ്ഞിട്ടില്ല എന്ന് ഇന്നലെ തന്നെ പറഞ്ഞു. അവിടെ ഒരു ഗോപവധുവിനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു ഗോപസ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോയി. കണ്ടപ്പോ നമ്മുടെ കൂട്ടത്തില് അവളില്ല. അപ്പൊ അവളെയും കൊണ്ട് കൃഷ്ണൻ പോയിട്ടുണ്ടെന്ന് ഉറച്ചു. ഉടനെ അവൾ അന്വേഷിച്ചു പോവുകയാണ്. ആ പോകുന്ന സമയത്താണ് അവർക്ക് കാലടിപ്പാട് കണ്ടത് എന്നൊക്കെയാണ് ഭാഗവതം. ഇതിലെന്ത് പറഞ്ഞു? ഹേ മുരാരേ ഭവാൻ താവത് അജാതഗർവാം അതിപ്രിയാം രാധാഭിതാം ഗോപവധൂം ഉപാദായ തയാ സഹ സ്വൈരവിഹാരകാരി വിദൂരം ഗതഃ. ഹേ മുരാരേ, ശ്രീകൃഷ്ണ എന്നുള്ള അർത്ഥത്തിൽ, ഭവാൻ അങ്ങ് താവത് അപ്പോഴേക്ക് എന്ത് ചെയ്തു? അജാതഗർവാം ഗർവു തീരെ വരാത്തവളും അതിപ്രിയാം തനിക്ക് ഏറ്റവും പ്രിയങ്കരിയായ രാധാഭിതാം രാധ എന്ന് പേരുള്ളതായ ഗോപവധൂം ഉപാദായ ആ ഗോപസ്ത്രീയെയും കൂട്ടുകൂട്ടിയിട്ട് തയാസഹ അവളോടുകൂടി സ്വൈരവിഹാരകാരി സ്വൈരം ക്രീഡിച്ച് രമിച്ചുകൊണ്ട് വിദൂരം ഗതഃ വളരെ ദൂരേക്ക് പോയി. ഭാഗവതത്തിൽ ഒരു ഗോപസ്ത്രീയെ കൊണ്ടുപോയിനേ ഉള്ളൂ. പക്ഷെ ബാക്കി ചില ഗർഗഭാഗവതത്തിലാകട്ടെ അല്ലെങ്കിൽ എഴുത്തച്ഛന്റെ ഭാഗവതത്തിൽ കിളിപ്പാട്ടിലാകട്ടെ ഒക്കെ രാധ എന്ന് തന്നെ പേര് പറഞ്ഞിട്ടുണ്ട്. രാധാഭിതാം താവദജാതഗർവാം അതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരി. കാരിണൗ കാരിണ എന്ന നകാരാന്തം കേട്ടാ. സ്വൈരമായി വിഹരിക്കുന്നവൻ എന്നർത്ഥം. ഇനി അടുത്തതിൽ പറയാണ്, അപ്പ കണ്ണീന്ന് മറിഞ്ഞു പോയില്ലേ ഗോപാലകൃഷ്ണൻ. വേണുഗാനകൃഷ്ണനെ കാണാനില്ല എന്ന് വന്നപ്പോഴേക്കും എപ്പോഴും അങ്ങനെയാണല്ലോ, നഷ്ടപ്പെടുമ്പോഴുള്ള ദുഃഖം കൂടുതലാണ്. അതിന് പറഞ്ഞു വിരഹേഷു അങ്കാരമയ എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. വിരഹം വരുമ്പോ തീക്കനൽ പോലുള്ള ഭഗവാൻ. സംഗമേറ്റു ശൃംഗാരമയ, സംഗമത്തിൽ ശൃംഗാരത്തെ പോലെ ഇരുന്നു. പിന്നെയും അങ്കാരമയൻ അല്ലെ, ഈ വരാൻ പോകുന്ന വിരഹത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അങ്കാരമയനായി തീർന്നു എന്ന്. അംഗങ്ങളെ രമിപ്പിച്ചു എന്ന് അർത്ഥം വരെയുണ്ടെങ്കിലും അങ്കാരമയ, അവർക്ക് വീണ്ടും തീക്കനൽ പോലെ ചൂട് കൊടുത്തു അത്രേ, ഉള്ളില് താപം ഉണ്ടാക്കി. അതെങ്ങനെയെന്ന് അവര് പറയണം. അത് ഉപേന്ദ്രവജ്ര എന്ന വൃത്തം, ഉപജാതിയല്ല. ആദ്യത്തെ ശ്ലോകം പോലെ ഉപേന്ദ്രവജ്രം. ഭഗവാനെ കണ്ടില്ല. കാണാതായപ്പോഴ് ആ ഗോപികമാരൊക്കെ ഞങ്ങളുടെ താപത്തിൽ കടന്ന് വെന്തു അത്രേ. തിരോഹിതേധ ത്വയി ജാതതാപാഹ സമം സമേതാഹ കമലായ ദക്ഷ്യഃ വനേ വനേ ത്വാം പരമാർഗയന്ത്യോ വിഷാദമാവുഹു ഭഗവന്നപാരം. തിരോഹിതേ അഥ ത്വയി ജാതതാപാഹ സമം സമേതാഹ കമലായ ദക്ഷ്യഃ വനേ വനേ ത്വാം പരിമാർഗയന്ത്യഃ വിഷാദം ആബുഹു ഭഗവൻ അപാരം. എന്താണ് ഉണ്ടായത്? ഹേ ത്വയി തിരോഹിതേ അഥ ത്വയി തിരോഹിതേ, സതിസപ്തമിയായിട്ട് ഉപയോഗിച്ചു. അനന്തരം അങ്ങ് അപ്രത്യക്ഷപ്പെട്ടപ്പോൾ, അങ്ങ് മറഞ്ഞപ്പോൾ എന്തുണ്ടായി? ജാതതാപാഹ, ഉള്ളില് താപം അധികരിച്ചു അല്ലെ. ഗോപികമാർക്ക് ഭഗവാന്റെ കാലത്ത് പോയി വൈകുന്നേരം ആടുമേച്ച് തിരിച്ചു വരുന്നത് വരെയുള്ള സമയം പോലും അവർക്ക് സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ത്രുടിഹി യുഗായതയാണ്. ഒരു നിമിഷം അവർക്ക് ഒരു യുഗം പോലെ കഴിച്ചു കൂട്ടേണ്ടി വന്നു. അത്രയും അവർക്ക് ഭഗവാനെ കാണാതെ പറ്റില്ല എന്നുള്ളവരാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? ജാതതാപാഹ, ഉള്ളിൽ അങ്ങോട്ട് താപം അധികരിച്ചവരായി. ആ കമലായ ദക്ഷ്യഹ എന്ന് വീണ്ടും പറഞ്ഞു. അംബുജാക്ഷഹ പറഞ്ഞതുപോലെ കമലത്തിനെ പോലെ താമരയെ പോലെ ആയതം നീണ്ടതായ
അക്ഷികൾ ആർക്കാണോ ഉള്ളത് അവർ കമലായതാക്ഷ്യ. ബഹുവീ സമാസമായിട്ട് പറഞ്ഞു. കമലത്തെ പോലെ നീണ്ട കണ്ണുകളുള്ളതായ അവര് സുന്ദരിമാർ എന്നർത്ഥം. എന്ത് ചെയ്തു? സമം സമേതാഹ. ഇപ്പോഴാണ് പഞ്ചായത്ത് കൂടിയത് അല്ലെ? സമം സമേതാഹ. നമ്മൾ ചെയ്യുന്ന കാര്യം ആരോടും പറയില്ല. ചെയ്തത് ഫ്ലോപ്പായി എന്ന് വെച്ചാൽ ആരൊക്കെ ഫ്ലോപ്പായി അവരൊക്കെ കൂടി കൂട്ടും. അപ്പൊ ഒരു വലിയൊരു പഞ്ചായത്ത്. ഇതെന്നാ നീ എന്നോട് പറഞ്ഞിട്ട് ചെയ്യായിരുന്നില്ലേ? പറയാൻ വിട്ടുപോയി. ഇപ്പൊ പറയണ എന്തിനാ? നമ്മളൊക്കെ കൂടെ ഒത്തുകൂടിയാലേ കാര്യം നടക്കുള്ളൂ അല്ലെ? ഇപ്പൊ അതാണ് ഉണ്ടായത്. ആരും ജപലോല കുണ്ടലാഹ. കാതില് കുണ്ടലങ്ങൾ ഇളകുന്ന തരത്തിൽ ഓരോരുത്തരും അലക്ഷിതാഹ. ആരും കാണാതെയാ പോയത്. ആരും കാണാതെ ഓരോരുത്തരും എന്നെയാ വിളിക്കണേ എന്നുള്ള ഗമയിലാണ് പോയത്. ഇപ്പൊ എന്തായി? ഭഗവാൻ ഇവരുടെ മുമ്പിൽ മറിഞ്ഞപ്പോഴേ എല്ലാവരും കൂടി സമേത ഒരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയൊക്കെ കൂടെ അങ്ങോട്ട് ചേർന്നു. സമേത എല്ലാവരും കൂടി ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഇത് നമുക്ക് തിരയാന്നായി. വനേ വനേ ത്വാം വരിമാർഗയന്ത്യഃ. വനേ വനേ കാടുതോറും ത്വാം പരിമാർഗയന്ത്യഃ. പരിമാർഗയന്തി പരിമാർഗയന്ത്യോ പരിമാർഗയന്ത്യ. തിരഞ്ഞു പിടിക്കുന്നവരായി തീർന്നു. ഓരോരുത്തരെയും അന്വേഷിച്ചുകൊണ്ട് അപാരം അത്യധികമായ വിഷാദം ദുഃഖത്തെ ആബുഹു പ്രാപിച്ചു. അവർക്ക് കാണാൻ പറ്റിയില്ല ഭഗവാനെ. പോകുമ്പോഴും കരച്ചിലും പിടിച്ചില് കൃഷ്ണ എവിടെയാ നീ ചോദിച്ചു നടക്കുകയാണ്. പക്ഷെ എല്ലാവരും കൂട്ടിയിട്ടാണ് ഇപ്പൊ പോകുന്നത് എന്ന് മാത്രം. ഭാഗവതത്തില് വളരെ മനോഹരമായിട്ടാണ് ഓരോന്നിനോട് ചോദിക്കുന്നത് എന്നുണ്ട്. ഇവിടെ എന്ത് ചെയ്തു? ഗോപസ്ത്രീകള് ഭഗവാനെ കാണാതായപ്പോൾ സങ്കടത്തിൽ മുഴുകുക മാത്രമല്ല, എല്ലാവരും കൂടി ഒരു സംഘമായി തീർന്ന് കാട് മുഴുവൻ അങ്ങയെ അന്വേഷിച്ചു നടന്നു അത്രേ. ശരിയാണോ ഗുരുവായൂരപ്പ എന്ന് നാരായണ പണ്ഡിതരി ചോദിക്കാം. എന്താണ്? ഹേ ഭഗവൻ ത്വയി തിരോഹിതേ. അങ്ങ് അപ്രത്യക്ഷമായപ്പോൾ അഥ അനന്തരം ജാതതാപാഹ കമലായ ദക്ഷ. ആകെ അങ്ങടെ ദുഃഖം പൂണ്ടതായ ആ സുന്ദരിമാര് സമം സമേതാഹ ഒന്നിച്ചു കൂടിയവരായിട്ട് വനേ വനേ ഓരോ കാടുതോറും ത്വാം അങ്ങയെ പരിമാർഗയന്ത്യഹ തിരഞ്ഞു നടക്കുന്നവരായിട്ട് അപാരം വിഷമം വിഷാദം അബഹു വല്ലാത്ത സങ്കടത്തിൽ അകപ്പെട്ടു. എല്ലാവരും കൂടെ സങ്കടപ്പെട്ടുകൊണ്ട് ഭഗവാനെ അന്വേഷിച്ചു നടക്കുകയാണ് എന്ന്. ഭഗവന് ത്വയി തിരോഹിതേ അധ ജാതതാപാഹ കമലായദക്ഷ്യഃ സമം സമേതാഹ വനേ വനേ ത്വാം പരിമാർഗയന്ത്യഃ അപാരം വിഷാദം ആബുഹു. തിരോഹിതേത ത്വയി ജാതതാപാഹ സമം സമേതാഹ കമലായദക്ഷ്യഃ വനേ വനേ ത്വാം പരിമാർഗയന്ത്യഃ പരമാർഗയന്ത്യോ വിഷാദമാബുഹു ഭഗവന്നപാരം. എന്തൊക്കെയാണ് നമ്മൾ ഭാഗവതത്തിലും കണ്ടിട്ടുണ്ട് അല്ലേ? കച്ചിത് അല്ലെ? തുളസി കല്യാണി ഗോവിന്ദ പ്രിയ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വത്ഥ എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിച്ചു നടക്കുന്നത്. ഇതിനെ എന്തൊക്കെ പറഞ്ഞിട്ടാണ് അവര് കരഞ്ഞത് എന്നുള്ളതിനെ ഇവിടെ ചുരുക്കി വർണ്ണിച്ചു. നോക്കിക്കോളാം. ഹാ ചൂത, ഹാ ചമ്പക, ഹാ കർണികാര, ഹാ മല്ലികേ മാലതി ബാലവല്യ, കിം വീക്ഷിതോ നോ ഹൃദയൈകചോരഃ ഇത്യാദി താസ്ത്വത്പ്രവണാ വിലേപുഃ. താഹ ഇവിടെ ഹാ ചൂത, ഹാ ചമ്പക, കർണികാര, ഹാ മല്ലികേ മാലതി ബാലവല്യ, കിം വീക്ഷിതഃ നഃ ഹൃദയൈകചോരഃ ഇതി ആദി താഹ ത്വത്പ്രവണാഃ വിലേപുഃ. എന്താ പറഞ്ഞത്? ഹാ ചൂത, ചൂതമേന്ന് വിളിക്കാണ്. ചൂതം എന്ന് പറഞ്ഞാൽ തേന്മാവ്. ഹാ ചൂത, തേന്മാവേ ഞാൻ കഷ്ടത്തിലായല്ലോ ഞങ്ങള്. അതാണ്. ഹാ ചമ്പക, അല്ലയോ ചമ്പകമേ ഞങ്ങൾ ആകെ കഷ്ടത്തിലായി പോയല്ലോ. കർണികാര, അല്ലയോ കണിക്കൊന്ന പൂവേ. ഹാ മല്ലികേ, അല്ലയോ മുല്ലേ ഞങ്ങൾ കഷ്ടത്തിലായല്ലോ. മാലതി,
മാലതി മല്ലിക രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. പിച്ചകം എന്ന് പറയാം മാലതിയെ. മല്ലികെ മാലതി. മല്ലികം മുല്ലപ്പൂവ്, മാലതി പിച്ചിപ്പൂവ്, രണ്ടും മുല്ലയുടെ വർഗത്തിൽപ്പെട്ടത്. ബാലവല്യ. അപ്പോഴാണ് കുറെ വള്ളികൾ മരത്തി ചുറ്റി നടക്കുന്നത് കണ്ട്. ഞങ്ങൾ ഇതുപോലെ കൃഷ്ണനോട് കൂടി ചേർന്ന് കളിച്ചവരല്ലേ. ഇപ്പൊ ഞങ്ങൾ വേർപെട്ടു പോയല്ലോ, ഹർഷത്തിലായല്ലോ ഞങ്ങള്. കിം വീക്ഷിത. കാണപ്പെട്ടുവോ? ഹൃദയൈകചോരഃ. ഞങ്ങളുടെ ഹൃദയവും കട്ടുകൊണ്ട് പോയിട്ടുള്ള ഒരു കള്ളനുണ്ട്. ആ കള്ളൻ നിങ്ങളാൽ കാണപ്പെട്ടുവോ? ഇതാണ് ചോദ്യം. ഹൃദയൈകചോരഃ കിം വീക്ഷിത. ആ ഹൃദയൈകചോരൻ നിങ്ങളാൽ കാണപ്പെട്ടുവോ? എന്താ? ഇത്യാദി. ഇതിയാദി എന്ന് തുടങ്ങി. താഹ അവർ, ത്വത്പ്രവണാഹ അങ്ങയിൽ തന്നെ മുഴുകിക്കൊണ്ട്, വിലേപുഹു എണ്ണിപ്പെറുക്കി കരഞ്ഞു. ഹാ ചൂത, ഹാ ചമ്പക, കർണികാര. എല്ലാരും വിളിക്കാണ്. തേമാവേ ഞങ്ങള് കട്ടത്തിലായി പോയല്ലോ. അല്ലയോ ചമ്പകമേ, കണിക്കൊന്ന പൂവേ, ഞങ്ങളൊക്കെ കഷ്ടത്തിലായല്ലോ. ഹാ മല്ലികേ, അല്ലയോ മുല്ലപ്പൂവേ, മാലതി പിച്ചിപ്പൂവേ, ഞങ്ങൾ കഷ്ടത്തിലായല്ലോ. ബാലവല്യ, അല്ലയോ ഇളമിളം കൊടികളെ. നഹാഹൃദയൈകചോരഃ ഞങ്ങളുടെ ഹൃദയത്തെ മുഴുവൻ കട്ടുകൊണ്ടുപോയ ഒരു കള്ളൻ. കിം വീക്ഷിത. ഇവരൊരു കള്ളൻ ഓടി പോകുന്നത് നിങ്ങൾ കണ്ടുവോ? ഇവിടെ ഒരു കള്ളൻ വന്നത് നിങ്ങൾ കണ്ടു? ആ കള്ളൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ മുഴുവൻ തട്ടിക്കൊണ്ടുപോയവനാണ്. ഇത്യാദി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ത്വത്പ്രവണാഹ അങ്ങയിൽ തന്നെ മനസ്സ് വെച്ച് അനുരക്തരായിട്ട്, താഹ അവർ, വിലേപുഹു കരയുമ്പോഴും ശ്രീകൃഷ്ണനാണ് ഉള്ളില്. അതുകൊണ്ടാണ് പറഞ്ഞത് ഞങ്ങളുടെ ഹൃദയൈകചോരൻ ചിത്തചോരനാണ്. ആ ചിത്തചോരനെ നിങ്ങൾ കണ്ടുവോ? 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 നിങ്ങളാൽ കാണപ്പെട്ടുവോ? നിങ്ങളാൽ കാണപ്പെട്ടുവോ എന്ന് വള്ളി പുള്ളി വിടാതെ എല്ലാവരോടും ചോദിക്കുകയാണ്. അതുകൊണ്ടാണത് നമ്മൾ ദൃഷ്ടോ കശ്ചിത സ്വദ്ധ എന്ന് തുടങ്ങിയിട്ട് നമുക്ക് 9 ശ്ലോകമാണ് ഭാഗവതത്തിൽ. അതെല്ലാം കൂടെ ഇവിടെ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു. അല്ലെ? ഓരോന്നിനെയും വിളിച്ച് അല്ലേ ഭഗവാനെ കണ്ടുവോ കണ്ടുവോ എന്ന് ചോദിച്ചു നടന്നതായ ഭാഗം അതിനെ ഒരൊറ്റ ശ്ലോകത്തിലായിട്ട് ചുരുക്കി. അല്ലയോ തേന്മാവേ, അല്ലയോ ചമ്പകമേ, കണിക്കൊന്ന പൂവേ, മുല്ലേ, പിച്ചകമേ, ബാലവള്ളികളെ, ഞങ്ങളൊക്കെ കഷ്ടത്തിലായി പോയല്ലോ. ഞങ്ങളുടെ ഹൃദയം കവർന്നതായ ചോരനെ നിങ്ങളാൽ കാണപ്പെട്ടുവോ? നിങ്ങൾ കണ്ടുവോ എന്ന് ചോദ്യം. കണ്ടോരുണ്ടോ എന്റെ കണ്ണനെ എന്ന് ചോദിച്ചിട്ടാണ് കരഞ്ഞത്. ഞങ്ങളുടെ കണ്ണനെ കണ്ടുവോ? തണ്ടാർമിഴി വർണ്ണനെ എന്നാണ്. ശരിക്കും നല്ല താമരക്കണ്ണനാണ് ആ കൃഷ്ണനെ നിങ്ങൾ കണ്ടുവോ? നിങ്ങൾ കണ്ടുവോ? നിങ്ങൾ കണ്ടുവോ എന്ന് ചോദിച്ച് ഇവർ നടക്കുകയാണ്. ഹാ ചൂത, ഹാ ചമ്പക, കർണികാര, ഹാ മല്ലികേ, മാലതി, ബാലവല്യ, നഹ ഹൃദയൈകചോരഃ കിം വീക്ഷിതഃ ഇത്യാദി ത്വത്പ്രവണാഹ താഹ ദിലേപുഹു. അങ്ങനെ കരഞ്ഞു. ഹാ ചൂത, ഹാ ചമ്പക, കർണികാര, ഹാ മല്ലികേ, മാലതി, ബാലവല്യ, കിം വീക്ഷിതോ നോ ഹൃദയൈകചോരഃ ഇത്യാദി തസ്ത്വത്പ്രവണാമിലേപുഹു. അത്രയൊക്കെ ആയപ്പോഴേ ഏതുനേരവും കൃഷ്ണസ്മരണ അല്ലേ? ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നു തോന്നും. ഇത് സിദ്ധാന്തമാണ്. നമ്മളെ ആരെങ്കിലും വരണൂന്നും നമ്മൾ മനസ്സിൽ കരുതി അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കാൻ ഗേറ്റ് തുറക്കുമ്പോഴേക്കും ആളെ വന്നത് നമ്മൾ ഉറപ്പിക്കുക. ഇവിടെ നോക്കുമ്പോ വേറെ ആളായിരിക്കും. എന്നാൽ അതാണ്, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്നു തോന്നും. ഭയപ്പെട്ട് കാട്ടിലകപ്പെട്ടു പോയാൽ ഇളകുന്നതെല്ലാം പുലി എന്ന് തോന്നും എന്ന് പ്രമാണമാണ്. ഇവിടെ എന്ത് ചെയ്തു? ഒരുത്തി ഇങ്ങനെ ഭഗവാനെ തന്നെ നനച്ച് ഭഗവാനെ കണ്ടു. അത്ര കണ്ടു എന്ന് അവൾക്കൊരു തോന്നല്. അവൾ കണ്ട ഭഗവാനെ അങ്ങോട്ട് അടുത്തവരോട് വർണ്ണിച്ചപ്പോഴോ ശരിക്കും അവൾ കണ്ടിട്ടാ പറയണത് എന്ന് വിചാരിച്ച് അവരെയോ അവൾക്ക് മാത്രം കണ്ടുല്ലോ ഞങ്ങൾക്ക് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു സങ്കടപ്പെട്ട്. ഇതാണ് അടുത്ത ശ്ലോകം. അത് എന്ത് ഭംഗിയായിട്ട് വർണ്ണിക്കും. എന്താണ്? സങ്കല്പശക്തിയിലാണ് കണ്ടത്. പക്ഷെ അവൾ നേരിട്ട് കണ്ട പോലെ അനുഭവിക്കാം. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമേതി ആകുലമാലബന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. നിരീക്ഷിതഃ അയം സഖി പങ്കജാക്ഷഃ
പുരഃ മമ ഇതി ആകുലം ആലപന്തി ത്വാം ഭാവനാചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. എന്താണ് കാചിത്? ഒരുവള് ത്വാം അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ എങ്ങനെ കണ്ടു? ഭാവനാചക്ഷുഷി, ഭാവനയിലാ കണ്ടത്. ഭഗവാനെ ഭാവനയില് ഭാവനാചക്ഷുഷി വീക്ഷ്യ, ഭാവനക്കണ്ണിൽ കണ്ടു, സങ്കല്പ ദൃഷ്ടിയിലാണ് കണ്ടത്. എന്നിട്ട് അവള് പറയണ, സഖി കൂട്ടുകാരി, അയം പങ്കജാക്ഷ, ഈ താമരക്കണ്ണൻ, മമ പുരോ നിരീക്ഷിത, എന്റെ മുമ്പിൽ ഇതാ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അവള് പറഞ്ഞത്. ഞാനിതാ കൃഷ്ണനെ കണ്ടു, ദാ കൃഷ്ണനെ ഞാൻ കണ്ടു, ഇപ്പൊ എന്റെ മുമ്പിൽ വന്നു എന്ന് അവള് പറഞ്ഞു. പക്ഷെ വാസ്തവത്തിൽ അവൾ എങ്ങനെയാ കണ്ടിരുന്നത്? ഭാവനാചക്ഷുഷി വീക്ഷ്യ, സങ്കല്പ ദൃഷ്ടിയിൽ കണ്ടിട്ട് നേരിട്ട് കണ്ട പോലെ സഖിയോട് അവൾ പ്രകടിപ്പിച്ചു. ഇതി ആകുലമാലബന്ധിയ, പറയുന്നതോ സംഭ്രമത്തോടെ പറയണേ, ദാ കൃഷ്ണ എന്റെ മുമ്പില് ഇപ്പൊ ഞാൻ കണ്ടേയുള്ളൂ എന്നവള് സംഭ്രമം ആകുലമായിട്ട് പറയുന്ന സമയത്ത് കേട്ടു നിൽക്കുന്നവരുടെ മുമ്പിലൊന്നും ഈ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലേ. അതുകൊണ്ട് സഖീനാം താപം ദ്വിഗുണീചകാര, കൂട്ടുകാരികളുടെ മനസ്സിലുള്ള വിരഹതാപം ഇരട്ടിച്ചു. ഇവൾക്ക് കാണാൻ പറ്റിയല്ലോ, നമുക്ക് കാണാൻ പറ്റിയില്ലല്ലോ, കൃഷ്ണ എന്താ ഞങ്ങളുടെ മുമ്പിൽ വരാത്ത? കൂടുതലായി അവർക്ക് സങ്കടം. വാസ്തവത്തിൽ അവർ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൾ സങ്കല്പശക്തിയിൽ കണ്ടതാണ്. അതിനെ അവൾ നേരിട്ട് കണ്ടതുപോലെ കൂട്ടുകാരികളോട് പറഞ്ഞു. അവരും ആ സഖി നേരിട്ട് കണ്ടിരിക്കും എന്നുള്ള സങ്കല്പത്തിൽ കൂടുതൽ സങ്കടപ്പെട്ടവരായി തീർന്നു. ഇതാണ്, അതായത് ആ വിരഹത്തിനെ കൂടുതൽ അങ്ങോട്ട് ഫോഴ്സാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഭാവന കേട്ടോ. കാചിത് ത്വാം, അങ്ങയെ ഭാവനാചക്ഷുഷി വീക്ഷ്യ, സങ്കല്പ ദൃഷ്ടിയിൽ കണ്ടിട്ട്, ഹേ സഖി, അയം പങ്കജാക്ഷ മമ പുരഃ നിരീക്ഷിത, ഈ പങ്കജാക്ഷൻ എന്റെ മുമ്പിൽ ഇതാ ഇപ്പൊ ഞാൻ കണ്ടേയുള്ളൂ. ഇതി ആകുലമാലബന്ധി എന്ന് സംഭ്രമത്തോടുകൂടി പറഞ്ഞ് സഖീനാം താപം ദ്വിഗുണീചകാര, കൂട്ടുകാരികളുടെ താപത്തിനെ ഇരട്ടിപ്പിച്ചു. ദ്വിഗുണീചകാര, രണ്ട് മടങ്ങ് ദുഃഖമാക്കി മാറ്റി. തന്റെ മനസ്സിൽ കണ്ടതിനെ മുമ്പിൽ കണ്ടതുപോലെയാണ് ആ സഖി വിവരിച്ചത്. അത് കേട്ടതോടുകൂടി തങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്നും കൂടി ആയപ്പോഴ് അവരുടെ ആ വിരഹതാപം ഇരട്ടിയായി മാറി. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷഃ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. ഇത് ഉപജാതി വൃത്തമായിരുന്നു കേട്ടോ. ഇനി അടുത്തത് വീണ്ടും ഈ ഉപേന്ദ്രഭദ്രയിലേക്ക് കിടന്നു. ഗോപശ്രീകൾ എന്ത് ചെയ്തു? ഭഗവാനെ കാണാൻ പറ്റിയില്ല. അപ്പൊ ഇവള് നന്നായി മനസ്സിൽ കണ്ടത് കൊണ്ടാണ് കാണാൻ പറ്റിയത് എന്നൊരു തോന്നല്. അപ്പൊ എന്ത് തന്മനസ്കാഹ തഥാലാഭ തുടങ്ങി ഭഗവാനിൽ അങ്ങോട്ട് മനസ്സിലയിപ്പിച്ചു. ഭഗവാൻ മനസ്സിലയിപ്പിച്ചിട്ട് അവരെന്തൊക്കെ ചെയ്തു? യമുനാ തടാന്തേ തവാനുചക്രുക്കില ചേഷ്ടിതാനി വിചിത്യ ഭൂയോപി തഥൈവ മാനാദ് ത്വയാ വിമുക്താം ദദൃശുശ്ചരാദാം. എന്ത് ചെയ്തു? ഒരുവള് ഭൂതനായന്തി, ഒരാള് സകടായതി, മറ്റൊരാള് തൃണാവൃതായതി, ഒരാള് കാളിയനെ പോലെയായി. കാളിയന്റെ ദുഷ്ടാഹേ ഗച്ഛ ഓടാനി എന്ന് പറഞ്ഞുകൊണ്ട് കാലുകൊണ്ട് മറ്റുള്ളവർ തലയിൽ ചവിട്ടി. ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ ഒരാള് നിന്നുകൊടുത്തു. അപ്പോഴേക്കും കൊരലില് ദേവി പിടിച്ചു കെട്ടുന്നത് പോലെ അഭിനയിച്ചു. സർവ്വത് ഭഗവാന്റെ ലീലകൾ മുഴുവൻ അവർ അഭിനയത്തിലൂടെ അവിടെ പ്രകടിപ്പിച്ചു. അതാണ് ഇവിടെ ഉണ്ടായത്. ത്വദാത്മികാഹ താഹ യമുനാ തടാന്തേ തവ അനുചക്രുഹു കില ചേഷ്ടിതാനി വിചിത്യ ഭൂയഃ അഭി തഥാ ഏവ മാനാദ് ത്വയാ വിമുക്താം ദദൃശുഹു ച രാധാം. എന്റെ ത്വദാത്മികാഹ, ഭഗവാനുമായിട്ട് അങ്ങോട്ട് താതാത്മ്യം പ്രാപിച്ചവരെല്ലാവരും. ആ താതാത്മ്യം പ്രാപിച്ച സമയത്ത് താഹ താഹ ഗോപവനിതാഹ, ആ ഗോപസ്ത്രീകള് യമുനാ തടാന്തേ, ആ യമുനാ നദീ തീരത്തില് തവ ചേഷ്ടിതാനി അനുചക്രുഹു, അതുവരെ ഭഗവാൻ ചെയ്ത ലീലകളൊക്കെ ഉണ്ടല്ലോ അതിനെ അവിടെ അനുകരിച്ചു. ആദ്യം പൂതനാമോക്ഷം,
ശകടാസുരവധം, തൃണാവർത്തനെ മോചിപ്പിക്കുന്നതായ കാര്യം, ഉലൂഖലബന്ധനം, കാളിയമർദ്ദനം, ഗോവർദ്ധനോദ്ധാരണം എല്ലാം അവര് അഭിനയത്തിലൂടെ കാണിച്ചുകൊണ്ടിരുന്നു. തവ ചേഷ്ടിതാനേഹ ഗുരുവായൂരപ്പ, അങ്ങയുടെ പ്രവൃത്തികള് അനുചക്രുഹു കില, ചകാര ചക്രുഹു ചക്രുഹു ലിറ്റം, അനുകരിച്ചു പോലും. എല്ലാവരും അത് അനുകരിച്ച ഭൂയോബി, വീണ്ടും ഇനി ഇങ്ങനെ ഇരുന്നാ പറ്റില്ല, അനുകരിച്ചിരുന്നാ കാര്യമില്ലോ, കൃഷ്ണൻ എവിടെയാന്ന് കണ്ടുപിടിക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് ഭൂയോബി വീണ്ടും വിചിത്യ അന്വേഷിച്ചു നടന്നപ്പോഴ് കുറച്ചു ദൂരം പോയപ്പോഴാണ് അജാതഗർവാം രാധികാം, അല്ലെ, അജാതഗർവിയായ രാധികയും കൊണ്ട് പോയിട്ടുണ്ട് ഭഗവാൻ. അപ്പൊ ഇവരിങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ കുറെ കാലടിപ്പാടുകൾ കണ്ടു. അപ്പൊക്കെ ഇവര് സങ്കടത്തിൽ പറയുന്ന ഭാഗവതത്തിൽ വളരെ രസകരമാണ്. പോകുന്ന സമയത്ത് ഇവിടെ വെച്ച് കൃഷ്ണൻ രാധയ്ക്ക് പൂ പറിച്ചു കൊടുത്തു കാണും. ഇവിടെ കൃഷ്ണൻ രാധയെ, കൃഷ്ണന്റെ കാലടി മാത്രമേ കാണാനുള്ളൂ, അപ്പൊ രാധയെ ചുമലിലേറ്റിയിട്ടുണ്ടാകും. വേറൊരിടത്ത് ചെന്നപ്പോൾ ഈ വൃക്ഷത്തിന്റെ കൊമ്പ് ചാഞ്ഞു കിടക്കുന്നു, അത് പറിച്ചവരെ ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഓരോന്നിങ്ങനെ ഭാവനയിൽ പറഞ്ഞ് സങ്കടപ്പെട്ട് പോവുകയാണ്. അങ്ങനെ പോകുമ്പോഴാണ് വള്ളിക്കുടിലിൽ നിന്നൊരു രോദനം കേട്ടു. ഒരു കരച്ചില്. തിരിഞ്ഞു നോക്കിയപ്പോ അവിടെ രാധികയായിരിക്കുന്നത്. രാധ ഇരുന്ന് കരയുക. അതാണ് പറഞ്ഞത് വിചിത്യ ഭൂയോബി തഥൈവ. അവരിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരുന്നപ്പോഴ് മാനാത് ത്വയാ വിമുക്തം, അതേ അഭിമാനം വന്നപ്പോഴ് ത്വയാ വിമുക്താം, അങ്ങയാൽ മോചിപ്പിക്കപ്പെട്ട രാധാം ദൃശു, രാധയെ കണ്ടു. രാധ എന്താ പറഞ്ഞെന്നറിയോ? ഈ വളരെ താല്പര്യത്തോടു കൂടി പുറപ്പെട്ട സമയത്ത് രാധ പറയാണ്, എനിക്ക് നടന്ന് വയ്യ, എന്നെ ഒന്ന് തോളിലേറ്റി നടക്കൂ. ഭഗവാൻ പറഞ്ഞു കേറിക്കോളോ എന്ന്. തോളില് കയറാനായിട്ട് രാധ പുറപ്പെട്ടതും ഭഗവാൻ ആകെ ഗായം, അപ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അജാതഗർവയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതായ രാധ ഒരിടത്ത് കരയുന്നത് കണ്ടു. എന്താ കാരണം? തദൈവ മാനാത്, അവൾക്കും അഭിമാനം കയറി. തന്നോടാണ് ഭഗവാന് പ്രിയം എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു. ഉടനെ ഭഗവാൻ അവളെയും എന്താണ്, ഹേ ഗുരുവായൂരപ്പ ത്വയാ വിമുക്താം, അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട രാധാം ദൃശുഹു, രാധയെ കണ്ടു അവര്, അല്ലേ? യമുനാതടത്തിൽ അങ്ങയുടെ ഓരോ ലീലകളെയും ഇവർ അനുകരിച്ചു കൊണ്ടിരുന്നു. വീണ്ടും അങ്ങയെ അന്വേഷിച്ച് പുറപ്പെട്ടപ്പോൾ അതേപോലെ അഹങ്കാരം കാരണം അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട രാധയെ അവർ കണ്ടു. ഇതാണ് ഉണ്ടായത്, അല്ലെ? അന്വേഷിച്ചു നടക്കുമ്പോഴാണ് ഭഗവാൻ പരിത്യജിച്ച രാധയെ കാണുന്നത്. മാനം, ആർക്ക് അഹങ്കാരമുണ്ടോ അവരെ വിടും, ഭഗവാൻ വിട്ടു. ത്വദാത്മികാഹ താഹ, ഭഗവാനിൽ തന്മയത്വം പ്രാപിച്ചുകൊണ്ട് അവരെല്ലാവരും യമുനാതടാന്തേ, ആ യമുനാ നദീ തീരത്തിൽ തവ ചേഷ്ടിതാനി അനുചക്രുഹു ഇല, അങ്ങയുടെ പ്രവൃത്തികളെ അനുകരിച്ചു കൊണ്ടിരുന്നു പോലും ഭൂയഹാവി, വീണ്ടും വിചിത്യ അന്വേഷിക്കാൻ പുറപ്പെട്ട സമയത്ത് തഥായവ മാനാത് ത്വയാ വിമുക്ത, അതേ അഹങ്കാരത്താൽ അങ്ങയാൽ ഉപേക്ഷിക്കപ്പെട്ട രാധയെ ദദൃശുഹു കണ്ടു. തങ്ങളോടൊപ്പം തന്നെ അവളും ഒരാൾ കൂടി, അല്ലെ? ഭഗവാൻ ഉപേക്ഷിച്ച കൂട്ടത്തില് രാധയെയും ഉപേക്ഷിച്ചു. കാരണം മാനം, അഹങ്കാരം. ഇത്രയും കൂടെ ആയപ്പോഴാണ് അവർക്ക് എന്താണ്, ഭഗവത് ഗുണങ്ങളെ വർണ്ണിച്ചു പാടി. നമ്മളുടെ ഗോപികാഗീതം എന്നുള്ള 32ാമത്തെ അധ്യായം, ആ അധ്യായത്തെ 31ാമത്തെ അധ്യായം, അതാണല്ലോ ഗോപികാഗീതം. 31ാമത്തെ അധ്യായം, 32ൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. 31ാമത്തെ ഗോപിക അതിനെ ആ ഗുണഗണങ്ങളെ വർണ്ണിച്ചു പാടി എന്ന് ഒരൊറ്റ ശ്ലോകത്തില പറഞ്ഞു വെച്ചു. അതിലെ എത്ര ശ്ലോകം ഉണ്ടല്ലേ ഗോപികാഗീതത്തില്, അതൊന്നും ഇവിടെ പറഞ്ഞില്ല. അദ്ദേഹം അതിനെ ചുരുക്കി അതിന്റെ എസൻസ് മാത്രമാക്കിയിട്ട് തന്നു. നോക്കൂ, അവരെല്ലാവരും ചേർന്നു. മറ്റേ ശ്ലോകം വായിച്ചില്ല അല്ലെ? യമുനാ തടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിചിത്യ ഭൂയോപി തഥൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ച രാധാം തതഃ സമന്താഃ വിപിനേ സമന്താത് തമോവതാരാവധി മാർഗയന്ത്യഃ പുനർവിമിശ്രാ യമുനാ തടാന്തേ വൃഷം വിലേപുശ്ച ജഗുർഗുണാൻസ്തേ തതഃ സമം താഃ വിപിനേ സമന്താത് തമോവതാരാവധി മാർഗയന്ത്യഃ പുനഃ
വിമിശ്രാഹ യമുനാതടാന്തേ വൃഷം വിലേപുഹു ച ജഗുഹു ഗുണാൻ തേ. തടഹ അനന്തരം താഹ അവരെല്ലാവരും തന്നെ സമം ഒന്നിച്ചു ചേർന്ന് വിപിനെ ആ കാട്ടില് സമന്താത് എല്ലാവരും കൂടെ ഒന്നിച്ചു വിപിനെ കാട്ടിലെ സമന്താ നാലുപാടും തമോവതാരാവധി തമം അവതരിക്കുന്നതുവരെ ഇരുളാകുന്നതുവരെ തമസിന്റെ അവതാരം വരെ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇരുട്ട് വ്യാപിക്കുന്നതുവരെ മാർഗയന്ത്യ മാർഗയന്തി മാർഗയന്ത്യോ മാർഗയന്ത്യ എന്ന ശത്രുപ്രത്യം തിരയുന്നവരായിട്ട് പുനഃ വീണ്ടും യമുനാതടാന്തേ ആ യമുനാ നദീ തീരത്തിൽ വിമിശ്രാഹ വീണ്ടും ഇടകലർന്നു. എല്ലാവരും കൂടെ വീണ്ടും ഇരുട്ടായപ്പോഴ് എല്ലാവരും കൂടെ യമുനാ തീരത്തിൽ ഒന്നിച്ചു ചേർന്നു. എന്നിട്ട് എന്ത് ചെയ്തു? വൃഷം വിലേപുഹു കുറെ നേരം ഇരുന്നു കരഞ്ഞു. അതിനുശേഷം തേ ഗുണാന് ജഗുഹൂച ഭഗവത് ഗുണങ്ങളെ പാടി പുകഴ്ത്തി. അതാണല്ലോ ഗോപികാഗീതം. ആ ഗോപികാഗീതത്തെ ഇവിടെ ജഗുഹു ഗുണാന്തേ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അങ്ങയുടെ ഗുണങ്ങളെ അവർ പാടി പുകഴ്ത്തി എന്ന് മാത്രം അവർ പറഞ്ഞു അല്ലെ. ജയതി ദേദികം ജന്മനാവ്രജ എന്ന് തുടങ്ങുന്ന ശ്ലോകം അതൊന്നും പറഞ്ഞില്ല. അതെല്ലാത്തിനും കൂടി ചേർത്തി അവരെല്ലാവരും കൂടി പാടി പുകഴ്ത്തി എന്ന് മാത്രം പറഞ്ഞു. തതഃ താഹ സമം വിപിനെ സമന്താത് തമോവതാരാവധി തമ അവതാര അവധി എന്നുവെച്ചാ തമോവതാരാവധി രാത്രി വരുന്നതുവരെ മാർഗയന്ത്യ തിരയുന്നവരായിട്ട് പുനഃ വീണ്ടും യമുനാതടാന്തേ ആ യമുനാ തീരത്തിൽ വിമിശ്രാഹ ഒന്നിച്ചു വിമിശ്രാഹ എന്ന് പറഞ്ഞ ഇടകലർന്നിരുന്നു. എന്നിട്ട് വൃഷം വിലോകുഹു വളരെയധികം പറഞ്ഞു കരഞ്ഞു. തേ ഗുണാൻ ജഗുഹു ച ഹേ ഗുരുവായൂരപ്പ അങ്ങയുടെ ഗുണങ്ങളെയൊക്കെ പാടി പുകഴ്ത്തുകയും ചെയ്തു. തദസമന്താ വിപിനെ സമന്താത് തമോവതാരാവധി മാർഗയന്ത്യഃ പുനർവിമിശ്രായ യമുനാതടാന്തേ വൃഷം വിലേവിശ്ച ജഗുർഗുണാൻസ്തേ. ഇനി അടുത്തത് വീണ്ടും ഇതിപ്പോ ഉപേന്ദ്രഭദ്രയായിരുന്നു കഴിഞ്ഞത്. ഞാൻ അടുത്തൊരു ഉപജാതി രണ്ടും കലർന്നത് കേട്ടോ. ഭഗവാൻ ഉപസ്ത്രീകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാണ്. ഈ പാട്ടൊക്കെ കഴിയുമ്പോഴാണ് നമ്മൾ 32-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയും താസാമാവീരഭൂത്സൗരിഹി സാക്ഷാത് മന്മഥ മന്മഥ അല്ലെ. മന്മഥനായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയും. എങ്ങനെയാണ്? സ്മയമാനമുഖം ഭുജഃ പീതാംബരവരസ്രഗ്വി സാക്ഷാത് മന്മഥ മന്മഥ എന്നാണ് നമ്മുടെ ഭാഗവതം. ഇവിടെ അതേപോലെ ഉണ്ടായി. ഭഗവാൻ എന്ത് ചെയ്ത് വെച്ചാൽ വാസ്തവത്തില് ഭഗവാനെ വിളിച്ചു കരഞ്ഞാൽ ഭഗവാൻ വരാതിരിക്കില്ല. ഭഗവാന്റെ നാമഗുണങ്ങളെ പറഞ്ഞ് ഇവര് വിളിക്കുകയാണ്. നാമത്തിന് അത്രയും പ്രത്യേകത ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. കുട്ടികളെ ഒളിച്ചു കളിക്കുമ്പോ വിളിച്ചാ ചാടി വരുന്നു പറഞ്ഞില്ലേ, അതുപോലെ ഭഗവാൻ അവരുടെ മുമ്പിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ വന്നു നോക്കൂ. തഥാവ്യഥാസങ്കുലമനസാനാം വ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹനമോഹനാത്മാ ത്വം പ്രാദുരാസീരൈമന്ധവാസി. തഥാ വ്യഥാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹനമോഹനാത്മാ ത്വം പ്രാദുരാസി പ്രാദുഹു ആസി പ്രാദുരാസീഹി അയി മന്ദഹാസി. അവിടെ പറഞ്ഞു കരുണൈക സിന്ധോ എന്നാണ് സംബോധന. കാരുണ്യക്കടലാണ് ഭഗവാൻ. കൃപാലുവാണ്. കൃപയാന്നാണ്. കൃപയുള്ളപ്പോൾ ഉള്ളിൽ അങ്ങോട്ട് വരും. ആ കൃപ കൊണ്ട് ആ കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയണം. കരുണൈക സിന്ധോ ത്വം അയി എന്നും കൂടി സംബോധന. അയി അല്ലെ. പ്രാദുരാസീരൈ മന്ദഹാസി പ്രാദുഹാസീഹി അയി അയി എന്ന് സംബോധന. അപ്പോ അല്ലയോ എന്ന് പറയില്ലേ. ആ അല്ലയോ കാരുണ്യ സിന്ധോ ത്വം അങ്ങ് തഥാ അങ്ങനെ എങ്ങനെ വ്യഥാസങ്കുല മാനസാന ദുഃഖം ഇടകലർന്ന മനസ്സോട് കൂടിയിട്ടുള്ളതായ പ്രജാംഗനാനാം ദുഃഖം കൊണ്ട് അങ്ങട് സങ്കടം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള പ്രജാംഗനാനാം ആ ഗോപികമാരുടെ മുൻപിൽ വന്നു. പ്രാദുരാസീഹി പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു? വളരെ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തില്ല അതുകൊണ്ടാണ് ഞാൻ പോയതെന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ടല്ല പ്രത്യക്ഷപ്പെട്ടത്. ജഗത്രയീ മോഹന മോഹനാത്മാ മൂന്ന് ലോകത്തെയും
മോഹിപ്പിക്കുന്ന തരത്തിലുള്ള സർവാംഗ സുന്ദരനായിട്ടാണ്. അതും മന്ദഹാസി, ഒരു പരിഭവമില്ല, പുഞ്ചിരി തൂക്കിക്കൊണ്ട് മന്ദമായ ഹാസത്തോടു കൂടിയവനായി. മന്ദഹാസിൻ എന്ന് പറയില്ല, നഗാരാന്താണ്. മന്ദഹാസിയായിട്ട് പ്രാദുരാസീഹി പ്രത്യക്ഷപ്പെട്ടു. ആസീത്, ആസ്താം, ആസന്, ആസീഹി എന്ന ലംഘലകാരത്തിന്റെ മധ്യമപുരുഷൻ ഏകവചനം. പ്രാദുഹു എന്നുള്ള വാക്കും കൂടി. പ്രാദുരാസി എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു എന്നർത്ഥം. എന്താണ്? അല്ലയോ കാരുണ്യക്കടലായ ഭഗവാനെ, ഗുരുവായൂരപ്പ, അങ്ങ് തഥാ ഇപ്രകാരം മനസ്സിൽ മുഴുവൻ സങ്കടം നിറഞ്ഞിരിക്കുന്ന ആ ഗോപസ്ത്രീകളുടെ മുൻപിൽ സാക്ഷാൽ മന്മഥ കളേബരനായി ത്രിപുരൈക സുന്ദരനായി അങ്ങ് പ്രത്യക്ഷപ്പെട്ടുവല്ലോ. ഇതാണ് പറയുന്നത്. ഹേ അയി എന്നാണ്, ഹേ എന്നല്ല, അയി കരുണൈക സിന്ധോ, കരുണ തന്നെ കടലായിട്ടുള്ളവൻ, കരുണക്കടൽ. ത്വം തഥാ അപ്രകാരം വ്യഥാസങ്കുല മാനസാനാം വ്രജാംഗനാനാം, ദുഃഖം കൊണ്ട് നിറഞ്ഞ മനസ്സോടുകൂടിയ ആ ഗോപവനിതകളുടെ മുൻപിൽ ജഗത്രയീ മോഹന മോഹനാത്മാ, മൂന്ന് ലോകത്തെയും മോഹിപ്പിക്കുന്ന തരത്തിലുള്ള സൗന്ദര്യധാമമായിട്ട് മന്ദഹാസി ചിരിച്ചുകൊണ്ട് പ്രാദുരാസീഹി പ്രത്യക്ഷപ്പെട്ടുവല്ലോ എന്ന് ഭാഗവതത്തില് താസാം ആവിരഭൂത്സൗരിഹി സ്മയമാനമുഖംബുജഃ പീതാംബരധരസ്രഗ്വീ സാക്ഷാത് മന്മഥമന്മഥഃ എന്ന് 32-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണത്. ഇവര് കരഞ്ഞ് വിളിച്ചപ്പോ ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാനെ വിളിച്ചാൽ ഭഗവാൻ വിളി കേൾക്കും, അതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരാണ്. ഇവരെല്ലാവരും കൂടെ കൂട്ടപ്രാർത്ഥന നടത്തിയപ്പോ ഭഗവാൻ അവിടെ അവതരിച്ചു. അയി കരുണൈക സിന്ധോ ത്വം തഥാ വ്യഥാസങ്കുലമാനസാനാം വ്രജാംഗനാനാം ജഗത്രയീ മോഹന മോഹനാത്മാ മന്ദഹാസി പ്രാദുരാസീഹി. മന്ദഹാസത്തോടുകൂടി ലോകത്തെ മുഴുവൻ മയക്കുന്ന സ്വരൂപത്തോടു കൂടിയവനായിട്ട് അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ആദ്യമേ പറഞ്ഞു പ്രശമായ പ്രസാദായ, അവരുടെ ഉള്ളിലുള്ള അഹങ്കാരത്തെ ശമിപ്പിക്കുവാനും അവരെ അനുഗ്രഹിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ. കുറച്ചു നേരം ഭഗവാനെ കാണാതപ്പോൾ ഭഗവാനെ കാണാനുള്ള വെമ്പലങ്ങൾ കൂടി, അത് കൂടണം, ഫോഴ്സ് കൂടണം. കൂടുമ്പോ ഭഗവാൻ അവിടെ ശരിക്കും പ്രത്യക്ഷപ്പെടും. അല്ലെങ്കിൽ വിളിച്ചോടനെ വന്നാൽ നമുക്കൊരു വിലയില്ല. വിളിച്ചോടൊപ്പം വന്നില്ല, ഇപ്പൊ വിലയില്ലാണ്ടല്ലേ. ഇവരൊക്കെ പെട്ടെന്ന് കരഞ്ഞപ്പോഴേക്കും ഭഗവാൻ അവരുടെ കൂടെ കളിക്കാൻ പുറപ്പെട്ടു. അപ്പൊ അവര് വിചാരിച്ചത് ഇതൊക്കെ വെറും കാട്ടിക്കുട്ടം, നമ്മളുടെ സ്നേഹം, നമ്മളുടെ സൗന്ദര്യം കണ്ട് ഈ ഭഗവാൻ നമ്മുടെ വലയിൽ വീണതാണെന്ന് ഓരോ ഗോപികമാരും വിചാരിച്ചു. അപ്പൊ അവരെന്ന് പറ്റിക്കണം എന്ന് വിചാരിച്ചു ഭഗവാൻ അപ്രത്യക്ഷനായി. അപ്രത്യക്ഷനായപ്പോഴാണ് ഭഗവാന്റെ വില അവർക്ക് മനസ്സിലായത്. കരഞ്ഞ് വിളിച്ചു നടന്നു, രാത്രിയാവോളം അന്തിയാവോളം കരഞ്ഞു. ആ സമയത്ത് ഭഗവാൻ മോഹന രൂപനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പൊ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിളിച്ചാൽ മാത്രമേ ഭഗവാൻ പ്രത്യക്ഷപ്പെടൂ എന്നർത്ഥം. തഥാ വ്യഥാ സങ്കുലമാനസാനാം പ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹന മോഹനാത്മാ ത്വം പ്രാദുരാസീരൈ മന്ദഹാസി. ഇത്രയും വൃത്തങ്ങളിൽ ഉപേന്ദ്രഭദ്രയും ഉപജാതിയും കലർത്തി വന്നു. ഇന്ദ്രഭദ്ര ഉണ്ട് എന്നേ പറഞ്ഞുള്ളൂ. ഇതിൽ എക്സ്ട്രാ ഇന്ദ്രഭദ്രയായിട്ട് തന്നെ വരികയാണ് അവസാനത്തെ ശ്ലോകം. ഭഗവാനെ കണ്ടപ്പോ അവർക്ക് എന്തായിരിക്കും സന്തോഷമല്ലേ? ആ സന്തോഷങ്ങളെ പലപദം ചാബല്യങ്ങൾ കാണിച്ചു എന്ന് പറയുകയാണ്. നോക്കിക്കോളൂ. സന്ദിഗ്ധ സന്ദർശനമാത്മകന്ധം ത്വാം വീക്ഷ്യ തന്വ്യഃ സഹസാ തദാനീം കിം കിം ന ചക്രുഃ പ്രമദാദിഭാരാത് സത്വം ഗദാത് പാലയ മാരുതേശ. സന്ദിഗ്ധ സന്ദർശനം ആത്മകാന്തം ത്വാം വീക്ഷ്യ തന്വ്യഃ സഹസാ തദാനീം കിം കിം ന ചക്രുഃ പ്രമദാദിഭാരാത് സഹ ത്വം ഗദാത് പാലയ മാരുതേശ. സന്ദിഗ്ധമായിരുന്നവർക്ക് പോയത് പോയി, കയ്യിൽ കിട്ടിയതിനെ കളഞ്ഞു കുളിച്ചുവല്ലോ എന്നായിരുന്നു അവർക്ക് സങ്കടം, അല്ലെ? കയ്യിൽ കിട്ടി, ഭഗവാനോടുകൂടി ഒന്ന് രമിച്ച് സന്തോഷത്തോടുകൂടി അടുക്കാൻ നിന്നപ്പോഴാണ് ഭഗവാൻ അപ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ കയ്യിൽ കിട്ടുന്നത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് സന്ദേഹം. അതാണ് സന്ദിഗ്ധം. സംശയത്തിലായി. ഇനി തിരിച്ചു വരുമോ, വീണ്ടും കാണാൻ പറ്റുമോ? സന്ദിഗ്ധ സന്ദർശനമാണ്.
ഇനി തിരിച്ചു നമുക്കൊരു നോക്ക് കാണാൻ കിട്ടുമോ ഈ ഭഗവാനെ എന്ന് വിചാരിച്ച് സംശയിക്കപ്പെട്ടിരിക്കുന്ന എന്ത് ചെയ്തു അങ്ങ് അവരങ്ങനെ സംശയിച്ചോണ്ടിരിക്കുക. ആരെയാണ് അവര് കാണുമെന്ന് സംശയിച്ചത്? ആത്മകാന്തം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാൻ ആത്മകാന്തനെ ഇനി നമുക്ക് കാണാൻ പറ്റുമോ എന്ന് വിഷമിച്ചു കൊണ്ടിരിക്കുന്നതായ ആത്മകാന്തം ത്വാം, അങ്ങേ ഇനിയൊന്നും ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരില്ല, നോക്കിക്കോ, നമ്മളെ പോയി, നമ്മൾ കളഞ്ഞു കുളിച്ചു എന്ന് പറഞ്ഞവര് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരത്താണ് സഹസാ വീക്ഷ്യ, പെട്ടെന്നതാ ജഗന്മോഹന മോഹനാങ്കൻ, ലോകത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന രൂപത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടപ്പോഴ് വീക്ഷ്യ, കണ്ടിട്ട്, തന്വ്യഹ, തന്വീ തന്വ്യൗ തന്വ്യഹ, സുന്ദരിമാര് എന്നർത്ഥം. തദാനീം, ആ സമയത്ത് സത്യാണെന്ന് അറിയണ്ടേ, ആദ്യം ഒരുത്തി തന്നെ ഒന്ന് പിച്ചു നോക്കി, വേറൊരുത്തർ കണ്ണ് നല്ലോണം അടച്ചു തുറന്നു നോക്കി, ഒരാള് ചെവിയൊക്കെ തന്നെ വട്ടം പിടിച്ചു നോക്കി, ഒരാളൊന്ന് തൊട്ടു നോക്കി, ഭഗവാൻ തന്നെയാണെന്ന് അറിയണ്ടേ, എല്ലാം മുമ്പില് സങ്കല്പം കൊണ്ടുണ്ടായതാണോ എന്ന് അറിയണമല്ലോ. അതിനു മുമ്പൊരുത്തി തന്റെ മുമ്പിൽ സങ്കല്പമായിട്ട് കണ്ടതായ ഭഗവാനെ കുറിച്ച് വിവരിച്ചപ്പോഴേ ഇവർ ഇരട്ടി ശോകത്തോടു കൂടി ഇവരായി തീർന്നു. ഇപ്പൊ അവരിനി വരില്ല ഭഗവാൻ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് സഹസ, പെട്ടെന്ന് വീക്ഷ്യ, കണ്ടിട്ട്, തന്വ്യഹ, ആ സുന്ദരിമാര്, തദാനീം, അപ്പോൾ, പ്രമദാദിഭാരാത്, പ്രമദം സന്തോഷം, മദം പ്രമദമാണ്, പ്രമുദം, വളരെ സന്തോഷത്തോടു കൂടി എന്ത് ചെയ്തു? കിം കിന്ന ചക്രുഹു, എന്തൊക്കെ ചെയ്തില്ല? തൊട്ടു നോക്കി, ചിലര് അടുത്തു വന്ന് നോക്കി, ചിലര് ഭഗവാന്റെ കരസ്പർശം ചെയ്തു നോക്കി, ചിലര് വസ്ത്രം ഒന്ന് മണന്നു നോക്കി, ഭഗവാന്റെ കഴുത്തിലുള്ള മാല മണന്നു നോക്കി, ചിലര് അവനവനെ തന്നെ പിച്ചി നോക്കി, എന്തൊക്കെയാ ചെയ്തതെന്ന് അറിയില്ല. അവരെന്തൊക്കെ ചെയ്തു? കിം കിം ന ചക്രുഹു, എന്തെല്ലാം ഒന്നും ചെയ്യാത്തത്. ഹേ മാരുദേശ, അല്ലയോ ഗുരുവായൂരപ്പ, സഹാത്വം, അങ്ങനെയുള്ള അങ്ങ്, മാം ഗതാത് പാലയ, എന്റെ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന്. അതായത് ഗോപസ്ത്രീകളുടെ പ്രേമ ചാപല്യം അത് എന്തുകൊണ്ട്? ഭഗവത് ദർശനം കൊണ്ടുണ്ടായതാണ്. അതാണ് നമ്മൾ 32ാമത്തെ അധ്യായത്തിലെ ഭാഗവതത്തിൽ വർണ്ണിച്ചിട്ടുള്ളത് അല്ലെ. ഭഗവാനെ കണ്ട ഉടനെ എന്നിട്ട് ഭഗവാനോട് കുറെ ചോദ്യങ്ങളുണ്ട്. ചിലരൊക്കെ ഇഷ്ടപ്പെടുന്നു, എത്ര ഭജിച്ചാലും അടുത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കുറെ ചോദ്യം ചോദിക്കുക, അതിനൊക്കെ മറുപടിയും പറയും ഭഗവാൻ. അങ്ങനെ ഭിക്ഷുചര്യാം ചരന്തി, ഞങ്ങളൊക്കെ എല്ലാത്തിനെയും വിട്ട്, കൂടും വിടുമ്പവും വിട്ട് കാറ്റിൽ ഇങ്ങനെ പറന്നു കിടക്കുക, ഭിക്ഷുചര്യം ധരിച്ചുകൊണ്ട്, അങ്ങേക്ക് ഇതൊന്നും ഒരു വിലയില്ല അല്ലേ എന്നൊക്കെ ഇവര് പറയുന്ന രംഗങ്ങളുണ്ട്. ആ വർണ്ണനത്തെ ഗോപികാഗീതമായിട്ടാണ്. ഗോപീഗീതം നാരായണീയത്തിൽ പറഞ്ഞത് നമ്മളോട് രക്ഷിച്ചു ഒരൊറ്റ ശ്ലോകത്തിൽ മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ. ആ ഗോപികാഗീതത്തിന് പകരം പറയണ വിരഹത്തിലാണ് അവരെല്ലാവരും കൂടെ പാടിയതെന്ന്. ഭഗവാനെ കാണാതെ വിരഹാതുരരായ ഗോപികമാരാണ് വിപ്രലംബ ശൃംഗാരം എന്നതിന് പറയും. ശൃംഗാരത്തിന് ആലംബനം എന്നൊക്കെ ഉണ്ട്, ആശ്രയം, ചുറ്റുപാട് ഒക്കെ. വിപ്രലംബ ശൃംഗാരത്തില് ചുറ്റുപാടുകൾ എങ്ങനെയാണെന്ന് കാണിച്ചു. എന്നിട്ട് അവർ ഓരോന്നിനോട് ചോദിച്ചു നടന്നു, എവിടെയും കിട്ടിയില്ല. അപ്പോഴാണ് വട്ടത്തിൽ ഇരുന്ന് ഭഗവാന്റെ ഗുണഗണങ്ങളൊക്കെ പാടിയത്. അപ്പ പാടിയതായ ആ വൃത്തം അത് വിട്ടില്ല നാരായണ ഭട്ടത്തിൽ. അടുത്തതിലെ സംഭോഗ ശൃംഗാരത്തിലാക്കാന്ന് തീരുമാനിച്ചു. ഭഗവാനെ കണ്ടുകൊണ്ടിട്ടുള്ള സന്തോഷത്തില് വർണ്ണിച്ചു. രണ്ടു തമ്മിലെ വ്യത്യാസം അതാ. അവിടെ കരഞ്ഞു പിടിച്ചുകൊണ്ടുള്ളതായ ഭഗവാനെ വേറിട്ട സങ്കടത്തിലുള്ള പാട്ടായിരുന്നെങ്കിൽ ഇവിടെ ഭഗവാനെ കണ്ടുള്ള പാട്ടായിട്ടാണ് അടുത്ത 68ാമത്തെ ദശകത്തിൽ വർണ്ണിക്കാൻ പോകുന്നത്. ഇവിടെ എന്ത് ചെയ്തു? ഭഗവാനെ ഇനി കാണാനേ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന അവർക്ക് ഭഗവാൻ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സത്യമാണോ എന്ന് ആദ്യം അറിയാൻ അവനവനെ തന്നെ പരീക്ഷിച്ചു നോക്കി. അവസാനം അത് സത്യമാണോ എന്ന് അറിയാൻ ഭഗവാനെ തൊട്ടും പിടിച്ചും കെട്ടിപ്പിടിച്ചും നോക്കി. അതാണ് പറഞ്ഞത്. അവര് പ്രമദാധിപാരാത്, സന്തോഷാതിരക്കെത്താൽ കിം കിം ചക്രു, എന്തൊക്കെ കാട്ടിക്കൂട്ടിന്നറിയോ എന്ന്. അങ്ങനെ ഇരിക്കുന്ന ഹേ ഭഗവാനെ, അങ്ങ് എന്റെ രോഗങ്ങളെയും മാറ്റിത്തരേണമേ എന്നാണ് പ്രാർത്ഥന. സന്ദിഗ്ധ സന്ദർശനം ആത്മകാന്തം ത്വാം സഹസാ വീക്ഷ്യ തന്വ്യഃ തദാനീം പ്രമദാദിഭാരാത് കിം കിം ന ചക്രുഹു. ഹേ മാരുദേശ സഹാത്വം ഗദാത് പാലയ. വീണ്ടും കാണാൻ പറ്റുമോ എന്ന് സംശയിച്ചു കൊണ്ടിരുന്ന് എന്തിനെ? ആ പ്രിയതമനായ ആത്മകാന്തനെ പെട്ടെന്ന് മുമ്പില് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിഭ്രമം പൂണ്ടതായ ആ സന്തോഷാതിരേകം പൂണ്ടതായ ആ ഗോപവനിതമാർ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയത്. ഹേ ഭഗവാനെ, അങ്ങനെയുള്ള അങ്ങ് എന്റെ രോഗങ്ങളെയും ശമിപ്പിച്ചു തരേണമേ. ഇതാണ് പ്രാർത്ഥന.
വീണ്ടും കാണുമോ എന്നായിരുന്നു സംശയം. അതാണ് സന്ദിഗ്ധ സന്ദർശനം. സന്ദർശനം തന്നെ ഒക്കുവോ എന്നൊരു സംശയമായിരുന്നു. അങ്ങനെയുള്ള ആത്മകാന്തത്വം, തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ, തങ്ങളുടെ മനസ്സിനെ ആകർഷിക്കുന്ന അങ്ങയെ സഹസാ വീക്ഷ്യ, പെട്ടെന്ന് മുമ്പിൽ കണ്ടപ്പോഴ് തന്വ്യ, ആ സുന്ദരിമാര്, തദാനീം, അപ്പോൾ, പ്രമദാതിപാരാത്, സന്തോഷാതിരേക്യം കൊണ്ട്, കിങ്കിന്ന ചക്രു, എന്തെല്ലാം കാട്ടിക്കൂട്ടിയില്ല. അവരെന്തൊക്കെയാണ് അവിടെ കാണിച്ചു കൂട്ടിയത്. ഹേ മാരുദേശ, സഹാത്വം, സംശയപ്പെട്ടിരുന്ന അവരുടെ മുമ്പിലും അങ്ങ് പ്രത്യക്ഷപ്പെട്ടിങ്ങനെ അവരെ അനുഗ്രഹിച്ചില്ലേ. അങ്ങനെയുള്ള അങ്ങ് എന്റെ രോഗങ്ങളെയും നശിപ്പിച്ചു തരേണമേ. ഇതാണ് പ്രാർത്ഥന. എന്നെ ഈ രോഗങ്ങളിൽ നിന്നും പരിപാലിക്കൂ. ഭഗവാൻ അവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടില്ലേ, ഇപ്പൊ എന്റെ രോഗത്തെ മാറ്റി എന്നെയും ഒന്ന് ആശ്ചര്യപ്പെടുത്തൂ എന്ന്. അതാണ് പറയുന്നത്. ഭഗവാൻ വിചാരിച്ചാൽ നടത്താതിരിക്കോ? സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്വ്യഃ സഹസാ ദദാനീം കിംകിന്ന ചക്രു പ്രമദാതിഭാരാത് സത്വം ഗദാത്പാലയ മാരുദേശ. ഇങ്ങനെ ഈ 67ാമത്തെ ദശകം നമ്മൾ ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ